ഷഹന മാം. സോറി, ഞാൻ മ്യൂട്ട് ചെയ്യായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ ഓക്കെ. Good evening, all of you. Hi, everyone. Good evening. I am Shahina, എൻ്റെ നാട് കൊടുങ്ങല്ലൂര്. I am a consultant psychologist. In 19th ബാച്ചിലെ വിംബിളിലെ ട്രെയിനിങ് പ്രോഗ്രാമിലെ ഒരു സ്റ്റുഡൻ്റ് ആണ് ഞാൻ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ജെസിന മാം. ജെസിന മാം 19th ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. വിംബിൾ അക്കാഡമിയുടെ കീഴിൽ അവതാരകയായിട്ട് നമ്മുടെ ജെസിന മാം വരുന്നത്. കുറെ ടാസ്കുകൾ കഴിഞ്ഞിട്ട് ആണ് വരുന്നത്. ഇന്ന് ജെസിന മാമിന്റെ ടോപ്പിക് അഡോളസൻസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇന്റർപേഴ്സണൽ സ്കിൽ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാന്നുള്ള ടോപ്പിക്കായിട്ടാണ് വരുന്നത്. ജെസിന മാം 19th ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. ആള് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. 12 years എക്സ്പീരിയൻസ്ഡ് ടീച്ചറാണ്. വടകര കോഴിക്കോട് ജോലി ചെയ്യുന്നു. വീട് വടകര കോഴിക്കോട് തന്നെ. ഞാൻ വിംബിൾ അക്കാഡമിയിൽ 2-3 കോഴ്സ് ചെയ്തിട്ടുണ്ട്. ആ കോഴ്സിലൂടെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു, അഡ്വർടൈസ്മെന്റ്. അതും ഞാൻ പബ്ലിക് സ്പീക്കിങ്ങിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാൻ ജോയിൻ ചെയ്താൽ അത് ഇംപ്രൂവ് ആകുമെന്ന് കരുതി ജോയിൻ ചെയ്തു. അതേപോലെ തന്നെ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് സംസാരിക്കാനും ഇതേപോലെ പ്ലാറ്റ്ഫോമിലൊക്കെ വരാനൊക്കെ ഉള്ള ഒരു ധൈര്യം കിട്ടി. താങ്ക്സ് ടു വിംബിൾ അക്കാഡമി ടീം, especially Faisal sir and Jasmine ma'am, all of everyone in our team, 19th batch team. ഓക്കെ, ഇന്ന് നമ്മുടെ കൂടെ സംസാരിക്കാനുള്ളത് ജെസിന മാം. ജെസിന മാമിന്റെ ടോപ്പിക് അഡോളസൻസ് കമ്മ്യൂണിക്കേഷൻ, ഹൗ ടു ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ അഡോളസൻസ്. അപ്പോൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വെൽക്കം ഓൾ ഓഫ് യു. Then over to you, Jessina ma'am. Thank you. Thank you, Shahina ma'am. Thank you. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? യെസ്, സുഖം. വിംബിൾ അക്കാദമി സംഘടിപ്പിക്കുന്ന ട്രെയിനേഴ്സ് ടോക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞാൻ ജെസീന. എന്നെക്കുറിച്ച് ഷൈന മാം പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് അഡോൾസൻസ്, എ ഗൈഡ് ഫോർ പാരൻസ് എന്ന വിഷയമാണ്. കൗമാര കാലഘട്ടം, അതായത് അഡോൾസൻസ് പീരീഡ്, ഏകദേശം 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെ ഉള്ള ഈ അഡോൾസൻസ് പീരീഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗരവപൂർണവും ഉത്തരവാദിത്വപൂർണവും ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ഈ ഒരു പീരീഡിലാണ് ഒരു കുട്ടിയുടെ അങ്ങോട്ടുള്ള ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. ഭാവിയിലുള്ള ഒരു ജീവിതം കുട്ടിക്ക് എങ്ങനെ ആയിരിക്കണം എന്ന ഒരു തീരുമാനത്തിലെത്തുന്ന വളരെ സുന്ദരമായ ഒരു കാലഘട്ടം കൂടിയാണ് അഡോൾസൻസ്. പക്ഷെ ഇതിനെ നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ എന്തെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ രക്ഷിതാക്കൾ പരിഹരിച്ചു പോവേണ്ട ഒരു വിഷയം കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, പാരന്റിങ് എന്ന് പറയുന്നത് ഒരു കലയാണ്. ആർട്ട് ഓഫ് പാരന്റിങ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കലയാണ് പാരന്റിങ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു കുട്ടിയെ നമ്മൾ രൂപപ്പെടുത്തി എടുക്കുമ്പോൾ അത് നമ്മുടെ മാത്രം സ്വത്തല്ല. നമ്മൾ കുട്ടിക്ക് ഒരു ജന്മം കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ മാത്രം ഒരു പ്രോപ്പർട്ടി അല്ല ഒരു കുട്ടി എന്ന് പറയുന്നത്. ഒരു കുഞ്ഞ്
എന്ന് പറയുന്നത്. അത് സൊസൈറ്റിക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അപ്പൊ നമ്മളൊരു കുട്ടിയെ വളർത്തുമ്പോൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയും എന്നാൽ വളരെയധികം എന്താ പറയാ കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള ഒരു പ്രാപ്തിയോടും കൂടിയിട്ട് വേണം നമ്മൾ കുട്ടികളെ വളർത്താൻ. ഈ ഓൾഡ് പാരന്റ്, മോഡേൺ പാരന്റ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഓൾഡ് പാരന്റിങ്ങിനെ കുറിച്ചും മോഡേൺ പാരന്റിങ്ങിനെ കുറിച്ചും എന്തെങ്കിലും അറിയാമോ ആർക്കെങ്കിലും? ഒന്ന് പറയുമോ? എന്താണ് ഓൾഡ് പാരന്റിങ്, എന്താണ് മോഡേൺ പാരന്റിങ്? ഓൾഡ് പാരന്റിംഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കുട്ടിക്കാലം പറയാം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായി വഴക്ക് പറഞ്ഞ് ശരിക്കും പറഞ്ഞ അച്ഛൻ അമ്മ എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ. ഇന്നത്തെ കാലത്ത് നമ്മൾ മോഡേൺ പാരന്റിംഗ് എന്ന് പറയുന്നത് കൂടുതലും ഫ്രണ്ട്ലി ആവുക, കുട്ടികളുടെ കൂടെ ഫ്രണ്ട് എന്നുള്ള നിലയ്ക്കുള്ള കൺസെപ്റ്റിലേക്ക് വന്നു. അതാണ് മോഡേൺ പാരന്റിംഗ്. അതെ അതെ, കറക്റ്റ് ആണ്. അർച്ചന മാം പറഞ്ഞത് കറക്റ്റ് ആണ്. അത് കുറച്ചും കൂടി നമ്മളൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഓൾഡ് പാരന്റിങ് എന്ന് പറയുന്നത് ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്താൽ അതിനെ വഴക്കു പറഞ്ഞ് അല്ലെങ്കിൽ 2 അടി കൊടുത്ത് മിണ്ടാതെ ഒരു ഭാഗത്ത് ഇരുത്തലാണ് ഓൾഡ് പാരന്റിങ് രീതി. നമ്മളൊക്കെ അതിലൂടെയാണ് പോയിട്ടുള്ളത്. പക്ഷെ മോഡേൺ പാരന്റിലേക്ക് വന്നപ്പോൾ ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്താൽ അതെന്താണ് നീ അത് ചെയ്യാൻ കാരണമെന്ന് കുട്ടിയുടെ അടുത്തിരുന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് മോഡേൺ പാരന്റിങ്. അതാണ് ഈ മോഡേൺ പാരന്റിങ്ങും ഓൾഡ് പാരന്റിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. പണ്ടൊന്നും നമുക്ക് ഒരു പാരന്റിനോട് എന്താണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാനുള്ള ഒരു റൈറ്റ് ഇല്ലായിരുന്നു. അത് ഭയങ്കര ഒരു ഇഷ്യൂ ആയിരുന്നു. അവൾ അങ്ങനെ ചോദിച്ചു, എൻ്റെ അടുത്ത് കയർത്ത് സംസാരിച്ചു, എന്നോട് ചോദ്യം ചോദിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ മോഡേൺ പാരന്റിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ കുട്ടികൾ ചോദ്യം ചോദിച്ചാണ് വളരേണ്ടത് എന്നുള്ള രീതിയിലേക്ക് മാറി. ആ ഒരു കൺസെപ്റ്റിലേക്ക് വന്നതാണ് മോഡേൺ പാരന്റിങ്. ഇത് രണ്ടും നല്ലതാണോ എന്ന് ചോദിച്ചാൽ 2 കാലഘട്ടത്തിന്റെ കാര്യമാണ്. അന്നത്തെ കാലത്ത് അതായിരുന്നു ബെറ്റർ. ഇന്ന് നമ്മൾ മോഡേൺ പാരന്റിങ്ങിലേക്ക് വന്നപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് കാലത്തിനനുസരിച്ചിട്ട് മാറുക എന്ന് പറയുന്നത് പോലെ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്ഡ് ആയി. അപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ടത് അവരുടെ കൂടെ ഇരുന്ന് അവരോട് സംസാരിച്ച് അവരുടെ എല്ലാ സംസാരങ്ങളും നല്ലോണം നമ്മൾ കേട്ട് പോകുന്ന ഒരു രീതിയാണ്. അതാണ് ആ ഒരു മോഡേൺ പാരന്റിങ്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഈ കുട്ടികളെ, അതായത് ഈ അഡോളസൻസ് പീരീഡിലുള്ള ഈ കുട്ടികൾ ഒരുപാട് വെല്ലുവിളികൾ അവരുടെ മുന്നിലുണ്ട്, ആശങ്കകളുണ്ട്. അതായത് ഒരു കുട്ടിയാണോ എന്ന് ചോദിച്ചാൽ കുട്ടിയല്ല, അല്ലെങ്കിൽ അത് ഞാൻ മുതിർന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ മുതിർന്നിട്ടുമില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊക്കെ വീടുകളിൽ ഉണ്ടാവുന്ന സ്ഥിരം പ്രശ്നമാണിത്. ചെറിയ കുട്ടികൾ എന്തെങ്കിലും ഒരു 12-13 വയസ്സുള്ള ഒരു കുട്ടി ഒരു കാര്യം ചെയ്താൽ നമ്മൾ പറയും, നീ ഇപ്പോ കുട്ടിയൊന്നല്ല കേട്ടോ, നീ ഇപ്പൊ വലുതായി എന്ന് പറയും. പക്ഷെ ആ കുട്ടിയുടെ ഉള്ളിലും, ആ 13 വയസ്സുള്ള കുട്ടിയുടെ ഉള്ളിലും ഒരു കുട്ടിത്വമുണ്ട്, ഒരു കുട്ടിയുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടി, ചില കുട്ടികൾ കളിക്കുടുക്ക വായിക്കാറുണ്ട്, ചില കുട്ടികൾ കുഞ്ഞു മക്കളുടെ ടോയ്സ് കാറ് കൊണ്ട് കളിക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ആ കുട്ടി വലുതാവുന്നുമുണ്ട്, പക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ ഒരു കുട്ടിയുണ്ട്. ആ വലുതാവുന്ന കുട്ടിയുടെ മനസ്സിൽ ഒരു കുട്ടിയുണ്ട്. അതൊരു മാറ്റമാണ്, ഒരു മാറ്റത്തിന്റെ ഒരു ആരംഭഘട്ടമാണ് അഡോളസൻസ് പീരീഡ്. കുട്ടിയിൽ നിന്ന് വലുതാവുകയാണ്. അപ്പൊ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ഈ കുട്ടികളെ സംബന്ധിച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് ഭയങ്കര ആശങ്കകളാണ്, ഞാൻ ചെയ്താൽ ശരിയാവോ, ഞാൻ ഇതെങ്കിലും ചെയ്താൽ ആരെങ്കിലും ഇത് പറയുമോ എന്നുള്ള ഒരു ആത്മവിശ്വാസക്കുറവ്. ഇതൊക്കെ നമുക്ക് പരിഹരിക്കണമെങ്കിൽ രക്ഷിതാക്കള് കുറച്ചൊരു സപ്പോർട്ടീവായിട്ട്, കുറച്ചൊരു സ്നേഹത്തോടു കൂടി അവരുടെ കൂടെ കുറച്ച് കാര്യങ്ങളിൽ ഇടപെട്ടാൽ അവരെ നമുക്ക് നല്ല നല്ല ആത്മവിശ്വാസമുള്ള കുട്ടികളായിട്ട് വാർത്തെടുക്കാൻ സാധിക്കും. അതിനുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിലും നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഉണ്ടാവും. പക്ഷെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. നമ്മൾ പരസ്പരം അറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തി തരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ ഈ മോഡേൺ പാരന്റിങ്ങിലുള്ള കുട്ടികളെ
നമ്മൾ കെയർ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് അവർക്ക് ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇൻ അഡോൾസൻസ് ആണ് ഈ പീരീഡിൽ അവർക്ക് ഉണ്ടാവുന്ന ഒന്നാമത്തത്. അതായത് ശാരീരിക വികാസം, ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. അതായത് ഒരു കുട്ടി, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, അവരുടെ ശരീരം വികസിക്കുന്ന ഒരു ഏജാണ്. ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് പിന്നെ ആൺകുട്ടികൾ ഇതിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കും. പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഈ അഡോൾസൻസ് പീരീഡിലുള്ള കുട്ടികൾ അവരുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണും. അതായത് ഇപ്പൊ ആൺകുട്ടികളാണെങ്കിൽ മുടി പല സ്റ്റൈലിൽ ചീകിയിട്ട് വരും കുട്ടികൾ. അപ്പൊ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഇടക്കിടക്ക് വന്നിട്ട് വീട്ടിൻ്റെ വലിയൊരു കണ്ണാടി ഉണ്ട്, ആ കണ്ണാടിയുടെ മുന്നിൽ വന്നിട്ട് ചെരിഞ്ഞിട്ടും ഇരുന്നിട്ടും പല പല ആംഗിളിൽ നിന്നിട്ട് മുടിയുടെ പൊസിഷൻ നോക്കും, മുടി എങ്ങനെ ഉണ്ട്, എന്നിട്ട് പല കോലത്തിൽ വാർന്നു നോക്കും, പല സ്റ്റൈലിൽ. അതേപോലെ മീശ വന്നിട്ടുണ്ടോ, മീശ വന്നിട്ടില്ലെങ്കിൽ മീശ കറുപ്പിക്കുക. പിന്നെ അങ്ങനെയുള്ള കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് സൗണ്ട് കുറച്ച് ഗൗരവമുള്ള സൗണ്ട് ആവുക. പെൺകുട്ടികളാണെങ്കിൽ കൂടുതൽ മേക്കപ്പിൽ ശ്രദ്ധിക്കുക, ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കുക, ഹെയർ സ്റ്റൈല്, അങ്ങനെ പല പല മാറ്റങ്ങൾ ശാരീരിക വികാസത്തിൽ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ഇവര് പ്രകടിപ്പിക്കുന്ന സമയത്ത് നമുക്കതൊരു എന്താ പറയുക, ഒരു ചിരിക്കാനുള്ള ഒരു വകയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ അവരുടെ മാറ്റത്തിൻ്റെ ഘട്ടമാണ്. ആ മാറ്റത്തിൻ്റെ ഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഉൾക്കൊള്ളണം. കുട്ടികൾ മാറുകയാണ്. അപ്പോൾ നമ്മൾ അവരെ കളിയാക്കാതെ, അവരെ പരിഹസിക്കാതെ, അവരുടെ കൂടെ നിന്ന് ഇത് കൊള്ളാലോ എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മൾ ഉയർന്നു വരണം. അപ്പോഴും മാത്രമേ അവരുടെ ആത്മവിശ്വാസം അവർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പാടെ പോയിട്ട് ഇതെന്ത് കോലമാണ്, ഇത് ഇങ്ങനെയാണോ മുടി കെട്ടുക, ഇങ്ങനെയാണോ ഡ്രസ്സ് ഇടുക, ഇങ്ങനെയാണോ മുടി ഉണ്ടാവുക, ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ അവരുടെ ആത്മവിശ്വാസം പാടെ അങ്ങ് ഇടിഞ്ഞു പോകും. അപ്പോൾ ഇതൊക്കെ ഒരു മാറ്റത്തിൻ്റെ ഘട്ടമാണെന്നും അത് മാറി 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 അവർ ഒരു 10, 20, 22 വയസ്സാവുന്നവരെയും അവർ മാറിക്കൊണ്ടിരിക്കും. ഇതാണ് അവരുടെ ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇൻ അഡോൾസൻസ് എന്നുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. കുട്ടികളുടെ ഈ ശാരീരിക വികാസത്തിനനുസരിച്ച് ഉണ്ടാവുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിന് വേണ്ട സപ്പോർട്ട് നമ്മൾ ചെയ്യണം. അടുത്തതാണ് നമ്മൾ സെക്കൻഡ് വൺ ആണ് സൈക്കോളജിക്കൽ ചേഞ്ച്, അതായത് മാനസിക വികാസം എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രായത്തിലുള്ള ഒരു കുട്ടി. ഈ പ്രായത്തിലുള്ള കുട്ടികൾ അവർക്ക് അവരുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സമയം കൂടിയാണ്. അവർക്ക് ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യം കൃത്യമായിട്ട് പ്രകടിപ്പിക്കാൻ അറിയാതെ വരും. സങ്കടം വരുമ്പോൾ സങ്കടം പ്രകടിപ്പിക്കാൻ അറിയാതെ വരും. സന്തോഷം വരുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റാതെ വരും. അങ്ങനെ ഇമോഷൻസിനെ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ അത് 10 മടങ്ങ് വളരെ വർദ്ധിച്ച തോതിലായിരിക്കും നമ്മൾ ആ സങ്കടം പെട്ടെന്ന് വരിക. അത് ഈ ആൺകുട്ടികളോട് നമ്മൾ പിന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇപ്പോൾ സ്കൂളിലൊക്കെ ഞാൻ പോകുന്ന സമയത്ത് ഈ ചില കുട്ടികൾ കരഞ്ഞുകൊണ്ട് വരും, അടിച്ച് മറ്റുള്ള അടി കേസുകളിലൊക്കെ പെട്ടിട്ട് കുട്ടികൾ കരഞ്ഞു വരും, ആൺകുട്ടികൾ. അപ്പോൾ പല ആൾക്കാരും പറയാം, ആൺകുട്ടികൾ കരയാൻ പാടില്ല, ആൺകുട്ടികൾ നീ ആൺകുട്ടിയല്ലേ എന്ന് പറയാറുണ്ട്. പക്ഷേ ആൺകുട്ടികളും കരയണം. അവർക്ക് അവർ ഇമോഷൻസിനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു വഴി നമ്മൾ ഒരുക്കി കൊടുക്കണം. കരച്ചിൽ മാത്രമല്ല, എല്ലാ ഇമോഷൻസിനെയും നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാനുള്ളതാണ്. അത് നമ്മൾ അടിച്ചമർത്തി കൊടുത്താൽ അത് വേറെ വലിയ ഇഷ്യൂസിലാണ് വരിക. നമ്മളിപ്പോൾ അടുത്ത് ഒരുപാട് കേസുകൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഈ അഫാന്റെ കേസാവട്ടെ, ഇപ്പം അടുത്ത് പിന്നെ 2 ദിവസം മുന്നത്തെ ഒരു കേസാണ്, ഫോൺ കൊടുക്കാത്തതിന് മുത്തച്ഛനെ അടിച്ചു എന്നുള്ളൊക്കെ പറയുന്ന കേസുകൾ. ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത് കുട്ടികൾ ഇമോഷൻസിനെ ഇങ്ങനെ ബാലൻസ് ചെയ്യാണ്ട് അമർത്തിപ്പിടിച്ച് കൊണ്ടുവരികയാണ്. അവരതിനെ പുറത്തേക്ക് വിടുന്നില്ല. പുറത്തേക്ക് വിട്ട് അതിനെ ഒന്ന് ബാലൻസ് ചെയ്താൽ മാത്രമേ അവർക്ക് അത് മുന്നോട്ടേക്കുള്ള അവരുടെ നീക്കം മുന്നോട്ടേക്ക് അവരുടെ സ്റ്റെപ്പ് ഓക്കെ ആയിട്ട് വരും. പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ്. ചില കുട്ടികൾ കാണാം, ചില
അപ്പൊ നമ്മൾ വീട്ടില് അമ്മമാര് ചീത്ത പറയുമല്ലോ കുട്ടികളെ. കുട്ടികൾ ചീത്ത പറയും, നീ പണിയെടുക്കുന്നില്ല, നീ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും. പക്ഷെ ആ സമയത്ത് കുട്ടികൾ വാതിലൊക്കെ അടച്ചിരുന്ന് ഭയങ്കര ഒച്ചയില് വാതിലൊക്കെ അടച്ച് റൂം കയറിയിരിക്കും. അപ്പൊ ഞങ്ങൾ വിചാരിക്കും, ഓ പറഞ്ഞത് പ്രോബ്ലം ആയോ എന്ന് വിചാരിക്കും. പക്ഷെ കുറെ കഴിഞ്ഞിട്ട് അകത്തുനിന്ന് ചിരിയൊക്കെ കേൾക്കാം. കാരണം എന്താ, അവിടെ കൂട്ടുകാരി വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും വിളിച്ചിട്ടുണ്ട്. അവരുടെ ആ ഒരു ഇമോഷൻ, ആ ദേഷ്യം അവിടെ തീർന്നു. അത്രയേ ഉള്ളൂ അവരുടെ ദേഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇമോഷൻസിനെ നമ്മുടെ മുന്നിൽ അവര് ഇങ്ങനെ കാണിക്കുമെങ്കിലും അവര് എന്താണ്, കൃത്യമായിട്ട് അവർക്ക് അറിയാം അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന്. പിന്നെ നമ്മൾ ഈ പ്രായത്തിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സൈക്കോളജിക്കൽ ചാലഞ്ചിൽ തന്നെ, മാനസിക വികാസത്തിൽ തന്നെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓരോ കുട്ടിക്കും സ്വാതന്ത്ര്യമുണ്ട്. അത് 10 വയസ്സിന്റെ മേലോട്ടല്ല ഒരു കുട്ടിക്ക് സ്വാതന്ത്ര്യം തുടങ്ങുന്നത്. അത് കുഞ്ഞിലേ നമ്മൾ കൊടുക്കണം. അത് പ്രായത്തിനനുസരിച്ചുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം. ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ സ്വാതന്ത്ര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഫ്രണ്ട്സിനോട് കൂടെ ചേർന്നിരിക്കാനും ഫ്രണ്ട്സിന്റെ കൂടെ പോവാനും അവരോടൊത്ത് സമയം ചെലവഴിക്കാനുമാണ് കൂടുതൽ ഇഷ്ടമുണ്ടാവും. പക്ഷെ ചില പാരൻസ് പറയും, ഞങ്ങൾ എവിടെ വിളിച്ചാലും വരൂല, പക്ഷെ ഫ്രണ്ട്സിന്റെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ അന്നേരം ഓടിപ്പോവും. അപ്പൊ അന്നേരം ഒരു പ്രശ്നവുമില്ല, ഫ്രണ്ട്സിന്റെ അടുത്ത് ആടിപ്പാടി എൻജോയ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. പക്ഷെ അത് ആ കുട്ടിയുടെ സ്വാതന്ത്ര്യം കുട്ടി ഉപയോഗിക്കുന്നതാണ്. അതിനെ നമ്മൾ കൂച്ചുവിലങ്ങിട്ട് നീ അവിടെ പോകരുത്, നീ ഇവിടെ പോകരുത് എന്ന് പറയാതെ നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കണം. പക്ഷെ അത് നിയന്ത്രണ വിധേയമായിട്ട് കൊടുക്കണം. അത് എവിടെ നമ്മൾ കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം. ആദ്യം തന്നെ നമ്മൾ തീരുമാനിക്കണം. പക്ഷെ അത് കുട്ടീനെ നമ്മൾ പിടിച്ചു കെട്ടിയിട്ട് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് പോലെ ആവരുത്. നമ്മൾ അറിയണം കുട്ടി എവിടെ പോകുന്നു, കുട്ടിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, കുട്ടി എന്തൊക്കെ ചെയ്യുന്നു, അത് നമുക്ക് അറിയാൻ വേണം. അങ്ങനെ നിയന്ത്രണ വിധേയമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വണ്ണാണ് നമ്മളെ ഡ്രസ്സിങ് രീതി. ഡ്രസ്സിങ് രീതിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ആശങ്കകളാണ്. അതും ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കൾക്ക്. ഒരു കുട്ടികള് പല തരത്തിലുള്ള ഡ്രസ്സിങ് ഇട്ടിട്ടാണ് ഇപ്പൊ കുട്ടികൾ പുറത്തു പോകുന്നത്. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടി, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം, ഒരു കുട്ടി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഡ്രസ്സ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തെന്ന് പറഞ്ഞാൽ ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ്, അല്ലെങ്കിൽ കുറച്ച് പിന്നെ ആൺകുട്ടികളാണെങ്കിൽ കുറച്ച് ഷർട്ടൊക്കെ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുമല്ലോ. പെൺകുട്ടികളാണെങ്കിൽ മുട്ട് വരെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുറത്തു പോകാമെന്ന് വിചാരിക്കാം. നിങ്ങൾ എങ്ങനെയായിരിക്കും ആ കുട്ടി, നിങ്ങളെ മകനോ മകളോ അങ്ങനെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ, പുറത്തു പോകാൻ ഒരുങ്ങുകയാണ്, മുറ്റത്ത് ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ കുട്ടികളോട് സംസാരിക്കുക? എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ? ഒന്ന് പറയൂ. ഹലോ. യെസ് മാം, അത് ഡിപ്പെൻസ് അപ്പോൺ. ഇപ്പൊ ഒരു മോഡേൺ പാരന്റ് ആണെങ്കിൽ അതിനെ എതിർക്കൂല. നമ്മള് കൺവെൻഷണൽ ഇതൊക്കെ ആണെങ്കിൽ അത് കൂടുതലും ആക്ച്വലി റിലീജിയസ് ബേസ് ആയാലും നമ്മൾ അതിനെ എതിർക്കും. അതെ, അത് സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പറയും. പക്ഷെ നമ്മൾ പറയുന്നത് അത് കുട്ടിക്ക് അതിൻ്റെ ആ ഡ്രസ്സിങ് രീതിയെക്കുറിച്ചും നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതെന്താണെന്ന് നമുക്കത് കുട്ടിക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇത് ഇട്ട് പോകുമ്പോൾ, ഡ്രസ്സ് ഇട്ട് പോകുന്ന സമയത്ത് പലവിധ കമന്റുകൾ കേൾക്കാം. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ കാണുന്നത് ആ കമന്റ് കേട്ട ഭാഗത്തേക്ക് ഒന്നുകിൽ അങ്ങോട്ടേക്ക് പോവാതിരിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. ആ പറഞ്ഞ ആൾക്കാരെ പിന്നെ വില പോലും വെക്കൂല, ഷൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഇത് കുട്ടീനെ ബോധ്യപ്പെടുത്തണം, ഇത്തരത്തിലുള്ള ആൾക്കാർ സൊസൈറ്റിയിലുണ്ട്, ഇത്തരത്തിലുള്ള കമന്റുകൾ നിങ്ങൾ കേൾക്കാം. അപ്പൊ അതിന് നിങ്ങൾ ഓൾറെഡി റെഡി ആയിട്ട് വേണം ഈ ഡ്രസ്സിങ്ങോട് കൂടി നിങ്ങൾ പുറത്തു പോവാൻ എന്നുള്ള ബോധ്യപ്പെടുത്തൽ നമ്മൾ കുട്ടിക്ക് കൊടുക്കണം. ആൾക്കാർ പലവിധമാണല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും പുറത്തുള്ളവർ വിചാരിക്കണമെന്നില്ല. പക്ഷെ അപ്പൊ കുട്ടികൾ പറയും, എന്താ അവർ വിചാരിക്കണ മാതിരിയാണോ നമ്മൾ ഡ്രസ്സ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. അല്ല, നമ്മൾ അങ്ങനെയല്ല ഡ്രസ്സ് ചെയ്യേണ്ടത്. പക്ഷെ അവരുടെ വികാരത്തെ കൂടി നമ്മൾ മാനിക്കേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യം കുട്ടിക്ക് കൊടുക്കണം.
മാത്രമല്ല ആ ഒരു ബോധ്യപ്പെടുത്തൽ, ഞാൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ള ബോധ്യപ്പെടുത്തൽ കുട്ടിക്ക് ഉണ്ടാവണം. ഈ ബോധ്യപ്പെടുത്തലുകൾ നമ്മളുടെ ഈ പാരന്റിങ്ങിൽ പലപ്പോഴും കുറഞ്ഞു വരികയാണ്. ബോധ്യപ്പെടുന്നത് നമ്മളൊന്ന് പറയുന്നു, ഇപ്പൊ ഇതാ ആ ഫ്രണ്ടിന്റെ കൂടെ നീ പോവണ്ട, ഒരു ഫ്രണ്ട് ക്ലോസ് ഫ്രണ്ടാണ്, ആ ഫ്രണ്ടിന്റെ കൂടെ നീ പോവണ്ട എന്ന് പറയുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല എന്താ കാര്യം. കുട്ടി ചോദിക്കും എന്താ കാര്യം എന്ന് ചോദിക്കും. പക്ഷെ അത് നല്ലോണം പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു പാരന്റിന് പറ്റുന്നില്ല. അത് ബോധ്യപ്പെടുത്താൻ പറ്റണം. നീ എന്തുകൊണ്ടാണ് ആ ഫ്രണ്ടിന്റെ കൂടെ നീ എന്തിനാണ് ആ ഫ്രണ്ടിന്റെ കൂടെ പോവാത്തത് എന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. ആ കുട്ടിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ആ ബോധ്യപ്പെടുത്തലുകൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ പരിധികൾ നിർണ്ണയിക്കണം. അവരുടെ ഇപ്പൊ നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുമ്പം തന്നെ ആ സ്വാതന്ത്ര്യത്തിന് നമ്മൾ പരിധികൾ നിർണ്ണയിച്ചു കൊടുക്കുക. അതിൻ്റെ ഭവിഷ്യത്തുകൾ പറഞ്ഞു കൊടുക്കുക. ചെയ്യരുത് എന്നല്ല, നമ്മളൊരു ജഡ്ജ്മെന്റിലേക്ക് പോവാതെ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇന്ന പ്രശ്നങ്ങളിലൂടെ പോയാൽ, ഇന്ന രീതിയിലൂടെ പോയാൽ നമ്മൾ ഓക്കെ ആവും എന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ആ സ്വാതന്ത്ര്യത്തെ കുട്ടിക്ക് നേരെ പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഭയങ്കര ഇമാജിനേഷൻസും പലവിധത്തിലുള്ള അംബിഷൻസും ഒക്കെ ഉണ്ട്. ആഗ്രഹങ്ങളും ഭാവനകളും ഒരുപാടുള്ള കുട്ടികളാണ് ഇന്നത്തെ കാലത്തെ കുട്ടികൾ. അപ്പൊ അവരുടെ ഒരു ആഗ്രഹം ഇപ്പോൾ വലുതായിട്ട് ഞാൻ ഇന്നതാവണം എന്നുള്ള ഒരു ആഗ്രഹം ആ കുട്ടി പറയുമ്പോൾ അതിനെ നമ്മൾ അടിച്ചമർത്തി അത് നല്ലതല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ് എന്ന് പറയാതെ നമ്മൾ ആ കുട്ടീൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് നിന്നു കൊടുക്കുക. അത് വലുതായാൽ കുട്ടി എന്താവും എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ആ കുട്ടിയുടെ കൂടെ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കേട്ടിരിക്കുക. അവരുടെ ആഗ്രഹങ്ങളും അംബിഷൻസും പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. നമ്മൾ അത് അവിടെ ഇടിച്ചു കയറി അത് പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ പാടെ അവരുടെ കോൺഫിഡൻസ് ലെവൽ കുറയുകയാണ് ചെയ്യുക. പിന്നെ വരുന്ന ഇവരുടെ ഈ ഇമോഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഇമോഷൻസ് ഇവർ പ്രകടിപ്പിക്കുന്നത് പല തരത്തിലായിരിക്കും. അത് നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അവരുടെ ഇമോഷൻസ് അവർ പ്രകടിപ്പിക്കും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ, ഇമോഷൻസിനെ പറ്റി പറയുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികളിൽ ചെറുപ്പത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം, നമ്മളിപ്പോൾ ഒരു 3-4 വയസ്സിലൊക്കെ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂസ്, ഇപ്പോൾ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്ന് വരുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം കുട്ടിയുടെ മനസ്സിലിട്ട് അതിങ്ങനെ വലുതായി ഒരു അഡോളസൻസ് പീരീഡ് എത്തുമ്പോഴേക്കും അതിൻ്റെ തീവ്രത കൂടിയെന്ന് വരാം. ആ കൂടി വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം. കാരണം കുട്ടിയുടെ പെരുമാറ്റത്തിൽ നമുക്ക് ആ ഒരു എന്തോ ഒരു വിഷയം ഉണ്ടല്ലോ, കുട്ടി സാധാരണ പോലെ അല്ലല്ലോ എന്നുള്ള ഒരു നമ്മളിലേക്ക് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ, നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് വരുത്തേണ്ടതുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഒരുപാട് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കുട്ടിക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അതിന് അനുയോജിച്ച കൗൺസിലിങ്ങിനെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലറെയോ കണ്ട് വിശദമായിട്ട് ആ കുട്ടീനെ ഒരു തെറാപ്പിയൊക്കെ കൊടുത്ത് കൊണ്ടുവരണം. ഇതിനൊക്കെ നമ്മൾ കുട്ടീനെ കുറ്റപ്പെടുത്താതെ കുട്ടീനെ മനസ്സിലാക്കി കുട്ടീനെ കേട്ട് കുട്ടിയുടെ കൂടെ നിൽക്കുകയാണ് നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ടത്. അതേപോലെ ഈ പ്രായത്തിലാണ് നമുക്ക് പിന്നെ ഒരു മാനസികമായിട്ടുള്ള ഒരു മെന്റലി ഡിസോർഡർ ആവുന്ന ഒരു പ്രശ്നമാണ് പിയർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ്. അതായത് കൂടെ ഉള്ള കുട്ടികളുടെ കൂടിയായിരിക്കും കുട്ടികൾ അധികം, അതായത് ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ഗ്രൂപ്പായിരിക്കും ഇവർ. ഈ ഗ്രൂപ്പിന്റെ ഇടയിൽ പെട്ട് നടക്കുന്ന കുട്ടികളായിരിക്കും കൂടുതലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗ്രൂപ്പ്, അതായത് ഈ കുട്ടികളുടെ ഫ്രണ്ട്സിനെ പറ്റി നല്ല പോലെയുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവണം. ഈ കുട്ടിയുടെ ഏതൊക്കെ ഫ്രണ്ട്സ് കുട്ടികളെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്, അവരുടെ പേര്, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ നമ്മൾ കൂടി അറിഞ്ഞ് ആ തരത്തിലുള്ള ഒരു സപ്പോർട്ടും കൂടെ കുട്ടിക്ക് കൊടുത്താൽ ഈ പിയർ ഗ്രൂപ്പിലുള്ള പ്രശ്നങ്ങൾ കുറേയൊക്കെ കുട്ടികൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഒരു മെന്റൽ സപ്പോർട്ടീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇതൊക്കെ ഈ മെന്റൽ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അത്
ഇപ്പം കൊടുക്കുന്ന നമ്മളെ ഈ മെന്റൽ സപ്പോർട്ട് കുട്ടിക്ക് ജീവിതകാലം മുഴുവനും ഉണ്ടാവുന്ന ഒരു സ്ട്രെങ്ത് ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ സപ്പോർട്ട് കൊടുക്കുക, സ്നേഹത്തോടെ കുട്ടികളെ വിശ്വാസത്തിലെടുത്ത് കൂടെ കൊണ്ടുപോകാം. നെക്സ്റ്റ് തേർഡ് വൺ ആണ് മാനേജിങ് സ്ക്രീൻ ടൈം ആൻഡ് സോഷ്യൽ മീഡിയ. പല രക്ഷിതാക്കളും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ കുട്ടിക്ക് ഫോൺ കൊടുക്കാറേ ഇല്ല. അങ്ങനെ തീരുമാനിച്ച ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഈ ഗ്രൂപ്പിൽ? കുട്ടികളോട് ഞാൻ ഫോൺ തരില്ല, നിനക്ക് ഫോൺ ഉപയോഗിച്ചാൽ ശരിയാവില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഈ ഗ്രൂപ്പിൽ? രക്ഷിതാക്കൾ ആരെങ്കിലും? ഹലോ ഹലോ ഇല്ല, അങ്ങനെ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. അതെ. അപ്പോ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ഫോൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിനെ നമുക്ക് കുട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി ജീവിക്കാൻ വേണ്ടി പറയാൻ പറ്റില്ല. കാരണം കുട്ടി പോകുന്നത് ഇനി അങ്ങോട്ടേക്ക് അങ്ങനെയുള്ള ഒരു യുഗത്തിലേക്കാണ്. AI പോലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള മേഖലയിലേക്കാണ് നമ്മളെ ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഫോൺ കൊടുക്കാതെ നിനക്ക് ഇനി മക്കളെ വളർത്താം എന്നുള്ള നിലപാട് രക്ഷിതാക്കൾക്കുണ്ടെങ്കിൽ അതിലൊരു മാറ്റം വരുത്തേണ്ടത് നന്നാവും. കാരണം ഇനി അങ്ങോട്ട് അതില്ലാണ്ട് കുട്ടിക്ക് അല്ലെങ്കിൽ കുട്ടിക്ക് സൊസൈറ്റിയിൽ ഇറങ്ങി ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അതെങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കണം. അതിന് ഒരു ടൈം വെക്കണം. ടൈം എന്ന് പറയുമ്പോൾ ഒരു 10 വയസ്സിന്റെ മേലെയുള്ള ഒരു കുട്ടിക്ക് മിനിമം ഒരു 2 മണിക്കൂർ ആണ് നമ്മൾ ഒരു സ്ക്രീൻ ടൈം ഗവേഷകർ പറഞ്ഞിട്ടുള്ളത്. 2 മണിക്കൂർ സമയം. ഈ 2 മണിക്കൂർ എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് 2 മണിക്കൂറല്ല, ഇടവിട്ട് പഠനവും മറ്റ് ഗെയിംസും പാട്ട് കേൾക്കും എല്ലാം കൂടി 2 മണിക്കൂർ ഡെയിലി അങ്ങനെ ആ കുട്ടിക്ക് കൊടുക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ ആ കൊടുക്കുമ്പോഴും ആ ഫോണ് നമ്മൾ കുട്ടിക്ക് കൈമാറുമ്പോൾ കുട്ടി ആ ഫോണിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കാണുന്നുണ്ട്, എന്തൊക്കെ എടുക്കുന്നുണ്ട് എന്നൊക്കെ നമുക്കൊരു ഒരു അറിവുണ്ടാവണം, നല്ലതാണ്. ഓക്കെ. എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ അവരുടെ പിന്നാലെ നടന്ന് ആരെ വിളിക്കുന്നു, എന്ത് വിളിക്കുന്നു, ആരോടെ സംസാരിക്കണത് എന്നല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ആ കുട്ടികളുടെ അറിഞ്ഞിരിക്കാം. കുട്ടികൾ എടുക്കുന്ന ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്, കുട്ടികൾ ആപ്ലിക്കേഷൻസിൽ എന്താണ് കാണുന്നത്, ഏത് തരത്തിലുള്ള റീൽസ് ആണ് കാണുന്നത് എന്നൊക്കെ. കാരണം ഈ റീൽസ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ അതിലാണ് അധിക പേരും. റീൽസ് ഇങ്ങനെ ഫാസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതിനനുസരിച്ചിട്ടുള്ള കുട്ടികളുടെ ബ്രെയിനിലും പലവിധ മാറ്റങ്ങൾ വരും. കാരണം മാറ്റത്തിലേക്ക് വരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ കുട്ടികളുടെ ബ്രെയിനും അതിനനുസരിച്ചിട്ട് വികാസം വെച്ച് വരുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഫാസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രെയിനും അതിനനുസരിച്ചിട്ട് തന്നെ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മളുടെ എല്ലാ ഫങ്ഷൻസും ഫാസ്റ്റ് ആയി പോകും. അങ്ങനെ ഉള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് കുട്ടി കാണുന്നത് എന്നുള്ളത് കൃത്യമായിട്ടൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. പിന്നെ കുട്ടി കാണുമ്പോൾ കുട്ടിൻ്റെ അടുത്ത് പോയി നിങ്ങളും ഇരുന്നോളൂ. നിങ്ങൾ ഇരുന്ന് നിങ്ങൾക്കും അത് എൻജോയ് ചെയ്യാം. നമുക്ക് രണ്ടുപേർക്കും കൂടി കാണാം എന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടി എന്താണ് റീൽസോ പാട്ടോ ഇനിയിപ്പോൾ എന്താ ഫിലിമോ അങ്ങനെ എന്ത് വേണമെങ്കിലും കാണാലോ. നിങ്ങളും കൂടി അടുത്തിരുന്ന് കുട്ടിക്ക് ആ സമയത്ത് കുട്ടിയുടെ അടുത്തിരുന്ന് നിങ്ങൾ കാണേ, അവരുമായിട്ട് ഷെയർ ചെയ്യുക, എന്തെങ്കിലും ചെയ്യാം. ഫോണ് കൊടുത്ത് കുട്ടീൻ്റെ വഴിക്കും നിങ്ങൾ നിങ്ങളെ വഴിക്കും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ കുട്ടി അറിയാതെ തന്നെ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള സാധ്യതയുണ്ട്. അതായത് കുട്ടി അറിയാതെ തന്നെ ഇതിലേക്ക്, അതായത് ഈ സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നിങ്ങളും കൂടി ഇരുന്നിട്ട് വേണം ആ വാട്സപ്പ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഉപയോഗിക്കാൻ. മാത്രമല്ല ഇതിനെക്കുറിച്ച് ഇതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്താണ്, അതിൽ പിക്ചർ അയക്കുന്നത് എങ്ങനെയാണ്, റീൽസ് കാണുന്നത് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് നമുക്കും കൂടി ഉണ്ടാവണം, നല്ലതാണ്. എന്നാൽ മാത്രമേ ഇവര് ഉപയോഗിക്കുന്നത് നമുക്കും കാണുമ്പോൾ ഇതിങ്ങനെയാണ് എന്നുള്ള ഒരു അവയർനെസ് നമുക്കും കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയനെ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചാൽ അതുവഴിയുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ ഒരുപാട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഫോർത്ത് വൺ ആണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻസ്.
ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രീതിയായിട്ട് പറയുന്നത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു പാരൻറ്റും ഒരു കുട്ടിയും തമ്മിലുള്ള എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ആദ്യം വേണ്ടത് ആക്റ്റീവ് ലിസണിങ് ആണ്. ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നമ്മളിൽ എത്ര പേർ ഒരു അരമണിക്കൂർ നമ്മൾ പറയുമ്പോൾ നമ്മൾ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, കുട്ടിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു, കുട്ടികൾക്ക് വേണ്ടി ഡ്രസ്സ് അലക്കുന്നു, ഫുൾ ടൈം നമ്മൾ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുട്ടിക്ക് വേണ്ടിയിട്ട് ക്വാളിറ്റി ടൈം നമ്മൾ എത്ര കൊടുക്കുന്നു കുട്ടിക്ക് വേണ്ടിയിട്ട്. ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോ കുട്ടിയുടെ കാര്യങ്ങൾ കേൾക്കുക, ലിസണിങ് ചെയ്യുക എന്നുള്ളതാണ്. അത് പിന്നെ സ്കൂളിലെ കാര്യമാവാം, ഫ്രണ്ട്സിന്റെ കാര്യമാവാം, കുട്ടിക്ക് പറയാൻ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഡേയിൽ മുഴുവൻ കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങളാവും. അത് കേൾക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കുക. ആ സമയത്ത് നമ്മുടെ കയ്യിലും ഉണ്ടാവുമല്ലോ ഒരു ഫോൺ, നമുക്കുണ്ട് ആ ഒരു മൊബൈൽ ഫോൺ നമുക്കുള്ളത് കൊണ്ട് തന്നെ നമ്മളും ഏത് സമയം ഇത് കൈ പിടിച്ചോണ്ടായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഈ കാര്യങ്ങൾ പറയാൻ വരുന്ന ഈ കുട്ടി നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ ഫോൺ ഒന്ന് വേറെ എവിടേക്കെങ്കിലും മാറ്റി വെക്കുക. ഫോൺ നമ്മുടെ കയ്യെത്തും ദൂരത്ത് വെക്കാതെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് ശ്രദ്ധിക്കാം. ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ ഒന്ന് വെറുതെ ഒന്ന് കേട്ടിരിക്കുക. നിങ്ങൾ വേറെ വലിയ സൊല്യൂഷൻസും കാര്യങ്ങളൊന്നും കുട്ടിക്ക് കൊടുക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. ആ കേട്ടിരിക്കാൻ ഒരാളില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം. കേട്ടിരിക്കാനുള്ള ആളില്ല. ആ കേട്ടിരിക്കാനുള്ള ആൾക്കാരായി നമ്മൾ മാറുമ്പോഴാണ് കുട്ടികൾ നമ്മളോട് കൂടുതൽ അടുത്തടുത്ത് വരിക. ആക്റ്റീവ് ലിസണിങ് ആണ് ആദ്യം വേണ്ടത്. ഞാൻ പറഞ്ഞ ഈ അരമണിക്കൂറിൽ നിങ്ങൾ പഠനത്തെക്കുറിച്ചോ നിങ്ങൾ അക്കാദമിക്കലായ കാര്യങ്ങളെക്കുറിച്ചോ, നിനക്ക് ഇത്ര പരീക്ഷയിൽ ഇത്ര മാർക്ക് ഉണ്ടായി, പിന്നെ നിനക്കെന്താ ഇത്ര മാർക്ക് കുറഞ്ഞു പോയത് എന്നുള്ള ഈ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക. നമ്മൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് വേറെ പല കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാതെ കുട്ടിയുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ കുട്ടി പറയട്ടെ, നമുക്കത് കേട്ടിരിക്കാം. നമ്മൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അറിഞ്ഞേക്കാം എന്ന് വിചാരിക്കരുത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ മാറ്റിവെച്ച് കുട്ടിക്ക് പറയാനുള്ളത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഇത് ഈ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ തന്നെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിൽ നിർബന്ധമാണ്. അതായത് ഈ ഓപ്പൺ കമ്മ്യൂണിക്കേഷനിൽ ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ ബൈ ചാൻസ് ഈ കുട്ടി ഏതെങ്കിലും ഒരു ആൾക്കാരുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ നിർബന്ധത്തിന് വഴങ്ങി, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു സിഗരറ്റ് വലിക്കുകയോ അല്ലെങ്കിൽ ഒരു അബ്യൂസായി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമെന്ന് വെച്ചാൽ ആ കാര്യം ആ അമ്മയോട് അല്ലെങ്കിൽ അച്ഛനോട് വന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു വിശ്വാസം, ഇത് പറഞ്ഞാലും എൻ്റെ പാരന്റിന് കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വരണം രക്ഷിതാവിനും കുട്ടിന്റെ ഇടയിൽ. അത്രയും ബോണ്ടായ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. അത് ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലാണ് നടക്കുക. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള അറിയാതെ ആ കുട്ടി ചെയ്തു പോയ തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായിപ്പോയാൽ അതുവരെ കുട്ടി ആ വീട്ടിൽ വന്ന് പറഞ്ഞിരിക്കും, ആ കമ്മ്യൂണിക്കേഷൻ ഓക്കെ ആണെങ്കിൽ. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ആണ് കമ്പാരിസൺ. കമ്പാരിസൺ ആണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു സാധനം. സ്കൂളിലൊക്കെ പലപ്പോഴും കുട്ടികൾ വന്ന് പറയല് കമ്പാരിസൺ ചെയ്യുന്നു എന്നുള്ള അതായത് ക്ലാസ്സിൽ തന്നെയുള്ള പല കുട്ടികളുമായി കമ്പയർ ചെയ്യുക. ഈ PTA മീറ്റിങ്ങിനൊക്കെ വരുന്ന സമയത്താണ് ഇത് കൂടുതൽ എഫക്റ്റീവ് ആവുക, കൂടുതൽ പാരൻസ് അറിയുക. കാരണം PTA മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ചോദ്യമാണ്, എന്താ അവൾക്ക് അത്ര മാർക്ക്, ഇവൾക്ക് ഇത്ര മാർക്ക്, നിനക്ക് മാത്രം എന്താ ഇങ്ങനെ, നിനക്ക് എന്തൊക്കെ ചെയ്തു തരുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് കുട്ടിയുടെ മേലങ്ങോട്ട് കയറുകയാണ് നമ്മൾ. ശരിക്കും പറഞ്ഞാല് കമ്പാരിസൺ എന്ന് പറയുന്നത് ഓരോ കുട്ടിക്കും ഓരോ കഴിവുണ്ട്. ഒരുപാട് നല്ലോണം പഠിക്കാനുള്ള കുട്ടിക്ക് ഒരുപാട് മറ്റു പല കഴിവുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോ പാട്ട് പാടാനുള്ള കുട്ടിക്ക് ആ കഴിവുണ്ടാവും, ഡാൻസ് കളിക്കാനുള്ള കുട്ടിക്ക് ആ കഴിവുണ്ടാവും. അങ്ങനെ കഴിവുകൾ പല തരമാണ്. അപ്പൊ നമ്മളത് കമ്പയർ ചെയ്യരുത്. അത് കുട്ടികൾക്ക് ഒരിക്കലും ഇഷ്ടാവില്ല. ഇപ്പൊ അടുത്തൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. അപ്പൊ ഫ്രണ്ട് സ്കൂൾ ടൈമിൽ നല്ലോണം സ്കൂൾ ലീഡറൊക്കെ ആയിരുന്നു. സ്കൂൾ ലീഡറാണ്, നല്ല സ്കൂളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായിരുന്നു എൻ്റെ ഫ്രണ്ട്.
അപ്പൊ ആ ഫ്രണ്ട് എൻ്റെ മുന്നിൽ നിന്നാണ് പിന്നെ കുട്ടിയോട് പറയുന്നത്, ഞാൻ എൻ്റെ സ്കൂൾ ടൈമിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, അപ്പൊ നീയും എന്താവണം, അതേപോലെ ആവണം എന്ന് പറയുന്നത് കമ്പയർ ചെയ്യാണ്. ആരുമായിട്ട്? രക്ഷിതാവുമായിട്ടാണ് കുട്ടിയുടെ ആ ഒരു താരതമ്യപ്പെടുത്തൽ. അവിടെ എന്തു പറ്റും? എല്ലാ കുട്ടികൾക്കും രക്ഷിതാക്കളുടെ സ്വഭാവം കിട്ടിക്കൊള്ളണം എന്നില്ല, എല്ലാ സ്വഭാവങ്ങളും കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പൊ നമ്മൾ അവിടെ ഞാൻ എന്നെ പോലെ തന്നെ എൻ്റെ കുട്ടി ആവണം എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് പാരൻസ് നമ്മൾ കുട്ടികളെ കൊണ്ടുവരാൻ പാടില്ല. കുട്ടിക്ക് കുട്ടിയതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്, കുട്ടികളുടേതായിട്ടുള്ള വാക്കുകളുണ്ട്, അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിലേക്ക് കുട്ടികൾ കൊണ്ടുപോകണം. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കട്ടെ, അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവർ പഠിക്കട്ടെ. അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അവളെപ്പോലെ നീ ആവണം. ഈവൻ നമ്മളുടെ വീട്ടിൻ്റെ അകത്ത് ചിലപ്പോൾ മൂത്ത കുട്ടി നല്ലവണ്ണം പഠിക്കുമായിരിക്കും, ഇളയ കുട്ടി കുറച്ച് മോശമായിരിക്കും. മോശമെന്നല്ല, കുറച്ച് എഴുത്തും വായന കുറച്ച് സ്ലോ ആയിരിക്കും. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ആരുമായിട്ടാണ്? മൂത്ത കുട്ടിയുമായിട്ടാണ്. നിന്റെ ഏച്ചി കണ്ടില്ലേ എത്ര മാർക്ക് കിട്ടീന്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ഫുൾ പ്രശ്നമാണ്. ഒരു പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് ആ കുട്ടിയുടെ പേപ്പർ ഒന്ന് നോക്കിയിട്ട് ഒരു സമാധാന വാക്ക് പോലും, കുട്ടിയോ പേപ്പർ കിട്ടി കുറച്ച് മാർക്ക് കുറഞ്ഞിട്ട് കുറച്ചൊരു വിഷമത്തിലാണ് ആ കുട്ടി ഇരിക്കുന്നത്. അതിന്റെ പുറത്താണ് പേപ്പർ കാണിച്ചിട്ട് രക്ഷിതാവിന്റെ വക വേറൊരു പ്രശ്നം, അമ്മയുടെ വക ഒരു ചീത്തയും. നീ എൻ്റെ ഏച്ചി കണ്ടില്ല, അങ്ങനെ ഏട്ടൻ കണ്ടില്ല, ഇങ്ങനെ നല്ല മാർക്ക് വാങ്ങിച്ചു, നീ മാത്രം ഇങ്ങനെ ആയിപ്പോയല്ലോ, നിനക്ക് എന്തൊക്കെ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിത്തന്നു, നിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ അങ്ങനെയായിരുന്നു, ഞങ്ങൾ ഇങ്ങനെയായിരുന്നു ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനെയുള്ള താരതമ്യപ്പെടുത്തലുകൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. വീട്ടിൽ നിന്ന് നമുക്ക് 4 മക്കളുണ്ടെങ്കിൽ 4 മക്കൾ 4 തരമാണ്. ഒരാൾ പോലെ ആയിരിക്കില്ല, പലർക്കും പല തരമാണ്. അപ്പോ ആ ഒരു താരതമ്യപ്പെടുത്തലുകൾ കുട്ടികൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അപ്പൊ അത് നിങ്ങൾ തീർച്ചയായിട്ടും മാറ്റി നിർത്തുക. പിന്നെയാണ് നമ്മൾ പിയർ ഗ്രൂപ്പിന്റെ ഒരു പ്രഷർ, അതായത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. നമ്മൾ സ്കൂളിൽ ഒരു കുട്ടി, നമ്മളുടെ ഒരു മോള് സ്കൂൾ വിട്ട് അല്ലെങ്കിൽ മോന് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്ന് ആ കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ്. ആ കുട്ടി വീട്ടിൽ വന്ന് കുറെ കഴിഞ്ഞ് രാത്രി നമ്മളുടെ മാഷ് പാരന്റിനെ വിളിക്കുകയാണ്. നിങ്ങളുടെ മോൻ ഇന്ന് സിഗരറ്റ് വലിച്ചിട്ടുണ്ട്, അപ്പൊ നാളെ ഉടനെ തന്നെ എവിടെ വരണം, സ്കൂളിൽ വരണം എന്ന് നിങ്ങളോട് നിങ്ങളുടെ കുട്ടിയെക്കുറിച്ച് നിങ്ങളുടെ സ്കൂളിലെ ഒരു മാഷ് വിളിച്ച് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ? എന്തായിരിക്കും നിങ്ങൾ? വിളിച്ചിട്ട് ചോദിക്കും എന്താ സംഭവിച്ചതെന്ന്. വിളിച്ചിട്ട് ചോദിക്കും, കുട്ടിയോട് നമ്മൾ വിളിച്ച് അന്വേഷിക്കും എന്താണ് സംഭവിച്ചതെന്ന്. പക്ഷെ ചില പാരന്റ് ഉണ്ട്, കേട്ട പാതി കേൾക്കാത്ത പാതി അടിയാ. വീട്ടിൽ വന്നിട്ട് നിന്നെക്കുറിച്ച് ഞാൻ നാണം കെട്ടു, നിന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് അടിയും ചീത്തയും ഉപദേശം കൊടുക്കലും അങ്ങനെയൊക്കെയാണ്. ഇത് കേട്ട് കഴിഞ്ഞ് ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും കുട്ടികൾ കൊണ്ടുവരും. സിഗരറ്റ് മാത്രമല്ല, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രണയത്തിൽ പെട്ടുപോയി, ഇപ്പൊ ടീച്ചേഴ്സ് വിളിച്ച് പറയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിങ്ങളെ കുട്ടി അല്ലെങ്കിൽ നിങ്ങളെ മോൻ അല്ലെങ്കിൽ മോൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്, നിങ്ങളെ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത്, പല പാരന്റും ആദ്യം ചെയ്യുന്നത് കുട്ടീനെ വിളിച്ചിട്ട് ഷൗട്ട് ചെയ്യലാണ്. എന്താണ് സംഭവിച്ചത് എന്ന് പോലും കുട്ടിയോട് നമ്മൾ ചോദിക്കാറില്ല പലപ്പോഴും. ഈ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോഴാണ് കുട്ടീനെ നമ്മൾ അറിയാൻ തുടങ്ങുന്നത്. കുട്ടിക്ക് പറയാനുള്ള കാര്യം നമ്മൾ കേൾക്കണം, കുട്ടിക്ക് ഒരു ചോയ്സ് നമ്മൾ എപ്പോഴും കൊടുക്കണം. നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത് But how many days we have been trying for this, right? Then anyway, okay. I told you have to change your system first. Hello? ഹലോ ഷൈന മാം, ഹലോ. അതെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ
നമ്മളുടെ ഈ കാര്യത്തിലുള്ള എന്തെങ്കിലും കേട്ട ഉടനെ ചാടിക്കേറി ആ കുട്ടീനെ ചീത്ത പറഞ്ഞ് ഇരിക്കുന്നതിന് പകരം ഇത് നമ്മൾ ആദ്യം കേട്ടു, നമ്മളിത് കേട്ട് നമ്മൾ വീട്ടിൽ വന്ന് നമ്മളൊന്ന് ആദ്യം കൂളാവുക. അതിനൊരു ഒരു തയ്യാറെടുപ്പൊക്കെ നടത്തണം. കാരണം ഇത് ഒരു പിന്നെ സിഗരറ്റ് വലിച്ച കേസോ അല്ലെങ്കിൽ മദ്യപിച്ച കേസോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ കേസ് ആയിരിക്കും. അപ്പൊ നമ്മളിത് കുട്ടിയോട് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് കൂളാവാനുണ്ട്. നമ്മളൊന്ന് ആദ്യം ഒന്ന് ശാന്തതയോടെ ഇരിക്കുക, എന്നിട്ട് സംസാരിക്കാം കുട്ടിയോട്. ശരിയാണോ, ഇങ്ങനെ ഒരു സംസാരം കേട്ടല്ലോ, ഇങ്ങനെ മാഷ് പറഞ്ഞല്ലോ, അത് ശരിയാണോ എന്ന് കുട്ടിയോട് ആദ്യം ചോദിച്ച് മനസ്സിലാക്കുക. ഇത് പറയുമ്പം തന്നെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കുട്ടീനെ ജഡ്ജ് ചെയ്യാതെ ഒരുപാട് ഉപദേശിക്കാതെ നിനക്ക് എന്താണ് അതിലേക്ക് പോവാൻ നിനക്ക് തോന്നിയത്, നീ എന്തുകൊണ്ടാണ് അതിലേക്ക് പോയത് എന്ന് കുട്ടിയോട് ചോദിക്കാം. അതിന് പലവിധ കാരണങ്ങൾ ഉണ്ടാവും. ചിലപ്പോ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പിയർ ഗ്രൂപ്പ്സിന്റെ സ്വാധീനം ഉണ്ടാവും. ചില ഗ്രൂപ്പിൽ ഇരുന്നിട്ട് ചില കുട്ടികൾ നീ ഇപ്പൊ ചെറിയൊരു സ്മോളൊക്കെ അടിക്കാൻ അല്ലെങ്കിൽ സിഗരറ്റൊക്കെ വലിക്കാൻ നിർബന്ധിക്കും. ഇതിന്റെ നീ വളർന്നില്ലേ, നിനക്ക് മീശ വന്നില്ലേ, ഇതൊന്ന് ഒന്ന് എന്താ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്ക് എന്നൊക്കെ പറയും. അങ്ങനെ ഈ പിന്നെ എന്താ പറയാ, ഈ പ്രഷറിൽ പെട്ടിട്ട് ചില കുട്ടികൾ ഇങ്ങനെ ചെയ്തു എന്ന് വരാം. അങ്ങനെ വരുമ്പോ അത് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ചില കുട്ടിക്ക് മനസ്സിലേക്ക് വരിക, അയ്യോ വേണ്ടായിരുന്നു, പറ്റിപ്പോയല്ലോ. അപ്പോഴേക്കും ഇത് ഫ്ലാഷ് ആയിട്ടുണ്ടാവും, ന്യൂസ് ഫ്ലാഷ് ആയിട്ടുണ്ടാവും. ഇത് കേൾക്കണമെങ്കിൽ, ഇത് നമുക്ക് കേൾക്കണമെങ്കിൽ ആദ്യം അവിടെ എന്താ നടന്നത് എന്ന് നമ്മൾ അറിയണം. ആ അറിവ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടി പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ കേൾക്കണം. കുട്ടി പറയുന്നത് കേട്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അനലൈസ് ചെയ്ത് ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റുള്ളൂ. അതിൻ്റെ പിന്നെ ചെയ്യാനുള്ളത് കാരണങ്ങൾ മനസ്സിലാക്കി, അത് ചെയ്താലുള്ള ഭവിഷ്യത്തുകളെ കുറിച്ച് മനസ്സിലാക്കി, കുട്ടീനെ കൂടുതൽ കുറ്റപ്പെടുത്താതെ കുട്ടിയുടെ കൂടെ നിൽക്കുക. സാരമില്ല, പോട്ടെ, ഒരു പ്രാവശ്യമല്ലേ, കുഴപ്പമില്ല, നമുക്കത് പരിഹരിക്കാം എന്നൊക്കെ പറയും. ഇത് നല്ല സിവിയർ സ്റ്റേജ് ഒക്കെ വരും. ചിലപ്പോൾ ആദ്യം ഒന്നും നിങ്ങൾ അറിയണ്ടാവില്ല, പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഇത് വലിയൊരു വിഷയമായിട്ടായിരിക്കും ചിലപ്പോൾ രക്ഷിതാക്കളൊക്കെ അറിയാം. ആ സമയത്ത് ചിലപ്പോൾ ഉപദേശങ്ങളൊന്നും ചിലപ്പോൾ അടുത്തിരുത്തി സംസാരിക്കലൊന്നും ചിലപ്പോൾ നടക്കില്ല. അപ്പൊ നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള കൗൺസിലിംഗ് സെന്ററുകളുണ്ട്, അഡിക്ഷൻ സെന്ററുകളുണ്ട്, കുട്ടികളുടേതായിട്ട് മാത്രമുള്ള അഡിക്ഷൻ സെന്ററുകളൊക്കെ ഉണ്ട്. അവിടെയെല്ലാം നിങ്ങൾ പോവാം. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളും തെറാപ്പികളും മരുന്നുകളും ഒക്കെ കൊടുത്ത് കുട്ടീനെ നമ്മൾ കൂടെ തന്നെ നിർത്തുക. കുട്ടിയെ കുറ്റപ്പെടുത്താതെ കുട്ടീനെ നമ്മൾ കൂടെ നിർത്തുക എന്നുള്ളതാണ് അതിൽ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയ കാര്യം. ഇതിലൊക്കെ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മളുടെ നിങ്ങൾ തമ്മിലുള്ള, അതായത് പേരൻസും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടി എന്താ പറയാ, സ്മൂത്ത് ആക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് കുട്ടിയുടെ ഇമോഷൻസിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. ഈ സമയത്തെല്ലാം കുട്ടി വലിയ വലിയ ഇമോഷൻസിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പ്രണയമാവട്ടെ, സിഗരറ്റ് വലിക്കുന്നതാവട്ടെ, ഡ്രസ്സിങ്ങിന്റെ കാര്യം പറയുന്നതാവട്ടെ, ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കും പലപ്പോഴും കുട്ടികൾ ഉണ്ടാവുക. അപ്പൊ ഈ ആശയക്കുഴപ്പം ഉണ്ടാവുമ്പോൾ നമ്മൾ കുട്ടികളുടെ കൂടെ നിൽക്കുക. നോ പറയേണ്ടടത്തിൽ നോ പറയുക. ഇപ്പോഴത്തെ പല പാരന്റിങ്ങിനും ഉള്ള ഒരു പ്രശ്നമാണ് നോ പറയാൻ അവർക്ക് പേടിയാണ്. നോ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി വല്ലതും ചെയ്യുമോ, കുട്ടിയെ സൂയിസൈഡ് ചെയ്യോ, അല്ലെങ്കിൽ സ്കൂൾ പോണത് നിർത്തുവോ, അല്ലെങ്കിൽ പഠിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യോ എന്നൊക്കെയുള്ള പേടിയാണ് രക്ഷിതാക്കൾക്ക്. അപ്പോൾ അവരെന്താ ചെയ്യുക? കുട്ടി പറയുന്ന അതുപോലൂടെ ഇങ്ങനെ പോകും. കുട്ടികൾ പറയുന്ന രീതിയിലൂടെ ഇങ്ങനെ അവിടെ ഇവിടെ ഒന്നും മുട്ടാണ്ട് ഇങ്ങനെ പോകും. അങ്ങനെ പോകുമ്പോൾ എന്താ സംഭവിക്കുക? കുട്ടിക്ക് തന്നെ കൺഫ്യൂഷനാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ നിരന്തരം രക്ഷിതാക്കളുടെ പിന്നാലെ പോകും. ഞാൻ ഇത് ചെയ്താൽ ശരിയാവോ, ഞാൻ ഇത് ചെയ്യട്ടെ, ഞാൻ അത് ചെയ്യട്ടെ. കാരണം എന്താ? കോൺഫിഡൻസ് ഇല്ല കുട്ടിക്ക് ആ കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് പറയണം? അത് കുഞ്ഞിലേ കൊടുക്കണം. അത് നമ്മളിതൊക്കെ പറയുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ 10 വയസ്സിന് മേലെ തുടങ്ങണം. 10 വയസ്സിന്റെ മേലെ
ഉള്ള കാര്യങ്ങളാണ്, അതായത് അഡോൾസൻസ് പീരീഡിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെങ്കിലും ഇത് നമ്മൾ ശരിക്കും തുടങ്ങേണ്ടത് ഒരു 4-5 വയസ്സിൽ നമ്മൾ തുടങ്ങണം ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് ഈ അഡോൾസൻസ് പീരീഡിൽ എത്തുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ ഒന്ന് റെഡിയാക്കി ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നോ പറയേണ്ടടത്തിൽ നോ പറയാം, അത് കുഞ്ഞിലേ പറയാം. പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല എന്ന് തന്നെയാണ്. പക്ഷെ പറ്റില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു ബോധ്യപ്പെടുത്തൽ വേണം, എന്തുകൊണ്ട് പറ്റില്ല എന്ന് പറയുന്നു, അതിന്റെ ഒരു കാരണം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. ബോധ്യപ്പെടുത്തി കൊടുത്താൽ പിന്നെ കുട്ടികൾ അത് ഒരുപാടൊന്നും വാശി പിടിക്കില്ല. ബോധ്യപ്പെടുത്തി കൊടുത്താൽ മതി. പല വീടുകളിലും ബോധ്യപ്പെടുത്തലുകളാണ് ഇപ്പോൾ കുറഞ്ഞു വരുന്നത്. ആ ബോധ്യപ്പെടുത്തലുകൾ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് പോകും. പിന്നെ നമ്മൾ മൂല്യങ്ങൾ പകർന്നു കൊടുക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കാം. നമ്മളെ വീട്ടിലായാലും നമ്മളെ പബ്ലിക് സ്പേസിലായാലും ഇപ്പോൾ പല വീടുകളിലും ഈ ഫോണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ ആരെങ്കിലും വന്നാൽ തന്നെ ഒരു എണീറ്റ് നിൽക്കാനോ അല്ലെങ്കിൽ അവരോട് ഒരു ഹലോ പറയാനോ പറ്റാത്ത, അതിൽ തന്നെ മുഴുകിയിരിക്കുന്ന കുട്ടികളെ കാണാം. ഇതൊക്കെ നമ്മൾ കുഞ്ഞിലേ ശീലിപ്പിക്കാം. ഈ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോൺ ഒന്ന് മാറ്റി വെച്ചിട്ട് അവരുടെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് ഹലോ എന്ന് പറയുക, അവരോട് വിശേഷം ചോദിക്കുക. കാരണം നമ്മൾ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ കൊടുക്കുന്നത് നല്ലൊരു മൂല്യബോധമാണ്. അത് നമ്മൾ ക്ലാരിറ്റിയോട് കൂടി കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം തന്നെ നമ്മുടെ ഈ കുട്ടിയുടെ സ്വാതന്ത്ര്യത്തില് സ്നേഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇടപെടേണ്ടത്. അതായത് നമ്മൾ പ്രകടിപ്പിക്കാം. നമ്മുടെ ഉള്ളിൽ കുറേ സ്നേഹമുണ്ട്, പക്ഷെ നമ്മൾ എന്തെയാണ് അത് പ്രകടിപ്പിക്കുന്നതിൽ വളരെ പുറകോട്ടാണ് എങ്കിൽ അത് കുട്ടിക്ക് ഫീൽ ചെയ്യണം. നമ്മൾ 13-14 വയസ്സുള്ള കുട്ടികളെ നമ്മൾ കെട്ടിപ്പിടിക്കാറുണ്ടോ? ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമ്മൾ കെട്ടിപ്പിടിക്കാറുണ്ടോ? എത്ര പേര് ഇതിൽ കെട്ടിപ്പിടിക്കാറുണ്ട് നമ്മളുടെ കുട്ടികളെ? ഉണ്ട് ജസ്റ്റിന മാം. കെട്ടിപ്പിടിക്കണം നമുക്ക് ആ ടച്ചിങ്ങിലൂടെ കുറെ കാര്യങ്ങൾ കിട്ടാനുണ്ട് കുട്ടിക്ക്. നമ്മളൊന്ന് കെട്ടിപ്പിടിക്കുക, വെറുതെ ഒന്ന് ഹഗ് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും ഒരു മൂടിയായിട്ടിരിക്കുന്ന, പ്രത്യേകിച്ച് പെൺകുട്ടികളെ കാണാൻ ഈ പീരീഡ്സ് ടൈമിലൊക്കെ ഭയങ്കര മൂടിയായിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ കുട്ടിക്ക് അത് പറയാനും കൂടി അറിയണ്ടാവില്ല, പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്താണ്, ഒരു മൂഡ് സ്വിങ്സ് ഉണ്ടാവും ഈ കുട്ടികൾക്ക്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം, എന്താന്ന് ഇങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. ആ ചോദ്യം തൽക്കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. പകരം നമ്മൾ കുട്ടീനെ ഒന്ന് ചേർത്ത് പിടിക്കുക, ഒന്ന് കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ കൂടെ ഒന്ന് ഇരിക്കുക, അല്ലെങ്കിൽ കൈയൊക്കെ ഒന്ന് തടവുക അത് മതി. അത് എന്താണ്, ആ കുട്ടിക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. വളരെ മൈൻഡ് വളരെ വളരെ റിലാക്സ് ആവും. കുട്ടിക്ക് എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവാണ്. എൻ്റെ മോളൊക്കെ ഇപ്പോഴും അവളുടെ പപ്പാന്റെ മടിയിൽ കയറിയിരിക്കും, പപ്പക്ക് ഉമ്മ കൊടുക്കും. മോള് ഇപ്പൊ 10ാം ക്ലാസ്സിലാണ്, പക്ഷെ പപ്പയും അങ്ങനെ തന്നെയാണ്, കെട്ടിപ്പിടിക്കലും. ആ ടച്ചിങ് ഉണ്ടല്ലോ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടച്ചിങ് കുട്ടിക്ക് ഫീൽ ചെയ്യണം. ഇവർ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, എനിക്ക് എന്ത് പ്രശ്നം വരുമ്പോഴും എൻ്റെ കൂടെ ഇവരുണ്ടാവും എന്ന ഒരു വിശ്വാസം കുട്ടിക്ക് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അതൊക്കെ വരണമെങ്കിൽ ഇതുപോലെയുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണം കുട്ടികളോട്. സ്നേഹം ഉള്ളിൽ കൊണ്ട് നടക്കാനുള്ളതല്ല, സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടതാണ്. ആ പ്രകടനം നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മൾ കുട്ടികളെ പരിഗണിക്കുക. ഈ പരിഗണന എന്ന് പറയുമ്പോൾ ഒരുപാട് പരിഗണന അല്ല. ഒരു വീട് വാങ്ങുന്ന സമയത്ത്, ഒരു സ്ഥലം വാങ്ങുമ്പോൾ കുട്ടിയുടെ അഭിപ്രായം ചോദിക്കണം, അങ്ങനെയല്ല പറഞ്ഞത്. ഇപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, കുട്ടിയോടെ വിളിച്ച് ചോദിക്കാം, നാളെ എന്താ മോളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ ഒരു കാറോ അല്ലെങ്കിൽ ഒരു 2 വീലറോ വാങ്ങുന്നു, മോളെ ഏതാണ് കളറെന്ന് എനിക്കിഷ്ടം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ അവളെ ഒന്ന് പരിഗണിക്കുക. ഇപ്പൊ അധിക പേരൻസും പറയാനുള്ള കാര്യമാണ്, അടുക്കളയിൽ കയറാറേയില്ല, ഒരു സാധനം ഉണ്ടാക്കാൻ അറിയില്ല, അഥവാ കയറിയാൽ തന്നെയാണോ എല്ലാം വലിച്ചു വാരിയിട്ടേക്കും എന്ന് പല പേരൻസും പറയാറുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നത് അത് ചെയ്യട്ടെ, ഓക്കെ, അവരത് ചെയ്യട്ടെ. കുറച്ച് നമ്മൾ വൃത്തിയാക്കണം എന്നേ ഉള്ളൂ, പക്ഷെ അതിലൂടെ അവർ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ പഠിക്കാം, ഒരു എന്തെങ്കിലും ഒരു പിന്നെ
എന്താ പറയുക ഡിഷസ് ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറിയാൽ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ നമ്മൾ കാണുന്നത് കുട്ടികൾ എന്തെങ്കിലും ചെയ്ത് അവിടെ ഇവിടെ വലിച്ചു വാരി ഇട്ടാൽ നമ്മൾ അവരുടെ ഉടനെ ഷൗട്ട് ചെയ്യും, അടുക്കള ക്ലീൻ ചെയ്തിട്ടില്ല, അവിടെ കിടക്കുന്നു, സ്പൂൺ ഇവിടെ കിടക്കുന്നു, പാത്രം ഇവിടെ കിടക്കുന്നു, മുട്ടത്തോല് കണ്ടോ അവിടെ കിടക്കുന്നു, ഫുൾ ബഹളമാണ്. അതോടുകൂടി തന്നെ ആ കുട്ടിക്ക് അടുക്കള കയറാനുള്ള ഇഷ്ടം അതോടുകൂടി പോകും. മറിച്ച് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ കൂടെ നിന്ന് ഇതും കൂടി ഒന്ന് വൃത്തിയാക്കണം കേട്ടോ, ഇതും കൂടി നിന്റെ ചുമതലയാണ് കേട്ടോ എന്ന് പറഞ്ഞ് ആ ക്ലീനിങ്ങില് കുട്ടീനെ ഹെൽപ്പ് ചെയ്യുക, കുട്ടീന്റെ ഹെൽപ്പും കൂടെ ചോദിക്കാം. അതും കൂടെ ചോദിച്ചാൽ കുട്ടി ഹെൽപ്പ് ചെയ്യും. ആ കുട്ടി അവിടെ പഠിക്കുകയാണ്, ഒരു ഡിഷ് ഉണ്ടാക്കുന്നത് കുട്ടി പഠിക്കുകയാണ്. ആ പഠനവും അതോടൊപ്പം തന്നെ നടക്കും. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയാ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയുണ്ട് എന്നൊക്കെ ഒരു കോംപ്ലിമെന്റും അങ്ങ് കൊടുത്തേക്കാം. ഓക്കെ, നല്ല എന്ത് ചെയ്താലും നമ്മളൊന്ന് അപ്രീഷിയേഷൻ കൊടുക്കുക, നമ്മളൊന്ന് അഭിനന്ദിക്കുക കുട്ടീനെ. ഈ റൂം ഹലോ കാര്യം പറയുന്നുണ്ടോ? ഓ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഹലോ, ഓക്കെ. അപ്പോൾ പറഞ്ഞത് കുട്ടിയുടെ പരിഗണിക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ പലപ്പോഴും പല സമയത്തും കുട്ടികളോട് പറയുന്നത് റൂം വൃത്തിയാക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ പല പേരൻസും വളരെ ഷൗട്ട് ചെയ്ത് കാണാറുണ്ട്. നിന്റെ റൂം ഒരിക്കലും വൃത്തിയാവില്ല, നിന്റെ റൂം അങ്ങനെ, നിന്റെ റൂം ഇങ്ങനെ എന്ന് പറയാറുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടത് ആ കുട്ടീനോട് പറയുന്ന രീതി ഒന്ന് മാറ്റുക എന്നുള്ളതാണ്. നീ അത് ചെയ്താൽ ചെയ്യാത്തത്, അതായത് നീ ബെഡ്ഷീറ്റ് മടക്കി വെക്കാത്തത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി, അതായത് ഞാനും അത് ചെയ്യണ്ടേ, ഓക്കെ, എനിക്ക് കുറച്ച് വിഷമമായി. അതായത് അത് നിങ്ങളുടെ ഒരു ഫീലിംഗ് ആണ്. എൻ്റെ കുട്ടി അവളുടെ റൂം വൃത്തികേടായിരിക്കുന്നു, നിങ്ങളുടെ ഒരു ഫീലിംഗ് ആണ്, ഒരു വിഷമമാണത്. അത് നിങ്ങൾ അവിടെ പറയുക, എനിക്കത് വിഷമായി, നിനക്ക് അതൊന്ന് ചെയ്ത് വെച്ചിട്ട് പോയിക്കൂടെ എന്ന് പറയാം. റൂം ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാലോ അവിടെയും നിങ്ങളത് പറയണം. എന്താ പറയാ, നന്നായിട്ടുണ്ട്, എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇമോഷൻസിനെ കുട്ടി അറിയണം. നിങ്ങൾക്ക് സന്തോഷം വന്നാലും നിങ്ങൾക്ക് സങ്കടം വന്നാലും അത് കുട്ടിയുടെ ബിഹേവിയറുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് കുട്ടിക്ക് ഫീൽ ചെയ്യണം. അപ്പോഴാണ് കുട്ടിക്ക് എൻ്റെ അമ്മ ഇത് ഞാനിത് ചെയ്തപ്പോൾ എൻ്റെ അമ്മക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഹാപ്പി ആയി, അല്ലെങ്കിൽ ഇത് ചെയ്യാത്തപ്പോൾ എൻ്റെ അമ്മ ഭയങ്കര പിന്നെ വിഷമമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതും കൂടെ നിങ്ങൾ ചെയ്തേക്കാം എന്നുള്ള രീതിയിലേക്ക് കുട്ടികൾ ചിന്തിക്കും. അല്ലാണ്ട് ഇത് കുറ്റപ്പെടുത്തലുകൾ മാത്രമായാൽ കുട്ടികൾ ഒരിക്കലും നമ്മുടെ വഴിക്ക് വരില്ല. അത് പലതും ഹൈഡ് ചെയ്യാനുള്ള ശ്രമം കൂടിയാണ്. പല കാര്യങ്ങളും അവർ ഹൈഡ് ചെയ്യും. ഈ ഹൈഡ് ചെയ്യുന്നതും ഈ പ്രായത്തിൽ വളരെ കൂടുതലാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തുള്ള ഈ ഓപ്പൺ കമ്മ്യൂണിക്കേഷനിൽ എഫക്റ്റീവ് ആയിട്ടില്ലെങ്കിൽ ഈ ഹൈഡ് ചെയ്യുന്ന പരിപാടിയും കുട്ടികൾക്ക് കൂടുതലായിട്ടുണ്ടാവും. ഈ തുറന്ന ആശയവിനിമയം ഉള്ള ഒരു കുടുംബത്തിൽ മാത്രമേ ഹൈഡിങ് ഇല്ലാത്തത് ഉള്ളൂ, ഹൈഡ് ചെയ്യാതിരിക്കുകയുള്ളൂ. എല്ലാം പറയണം എന്നുള്ള ആ ഒരു ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എന്ത് കാര്യങ്ങളും കുട്ടികൾ വീട്ടിൽ വന്നിട്ട് ഷെയർ ചെയ്യും. കുട്ടിയുടെ വിഷമാവട്ടെ, കുട്ടിയുടെ ദേഷ്യമാവട്ടെ, കുട്ടിയുടെ സന്തോഷമാവട്ടെ, അതിനുള്ള പ്ലാറ്റ്ഫോം നമ്മൾ വീടുകളിൽ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ എന്താ പറയാ, നമുക്ക് കിട്ടിയ നമ്മളുടെ നിധി പോലെ കിട്ടിയ നമ്മളുടെ കുട്ടികൾ, ഈ കുട്ടികളെ നമ്മൾ പൊന്നുപോലെ നമ്മൾ കൈവെള്ളയിലിട്ടൊക്കെ കൊണ്ട് നടക്കുകയാണ്. താഴത്തും വെക്കില്ല തലയിലും വെക്കില്ല എന്നൊക്കെ പറഞ്ഞ മാതിരി നമ്മൾ ഇത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഇങ്ങനെ ആവണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല പല രക്ഷിതാക്കളും. അതായത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, രക്ഷിതാക്കള് പാരന്റ് പഠിച്ചിട്ടല്ലല്ലോ ഒരാള് പാരന്റ് ആവണത്. അതിന്റെ കോഴ്സ് ഒന്നും കഴിഞ്ഞിട്ടല്ല. പ്രസവിക്കുന്നു, കുട്ടീനെ ഉണ്ടാക്കുന്നു, പ്രസവിക്കുന്നു, പാരന്റ് ആവുന്നു. അത് പഠിച്ചിട്ടല്ല പാരന്റ് ആവുന്നത്. പക്ഷേ അത് പഠിക്കണം എന്ന് ലെവലിലേക്ക് കുട്ടിക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമ്പോഴായിരിക്കും നമ്മൾ എന്താണ് ഈ കുട്ടി, എൻ്റെ കുട്ടി ഇങ്ങനെയെന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കുക. ഇനിയിപ്പോ എൻ്റെ കയ്യിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ആയിരിക്കുമോ എൻ്റെ മോള് അങ്ങനെ, അല്ലെങ്കിൽ എൻ്റെ മോൻ അങ്ങനെ ആവാൻ കാരണം? അങ്ങനെ നമ്മളിലേക്ക് ഒരു ചോദ്യം ഇട്ട് കൊടുക്കുക. നമ്മളെപ്പോഴും വിരൽ ചൂണ്ടുമ്പോൾ മറ്റുള്ളവരിലേക്കാണ് നമ്മളെപ്പോഴും ചൂണ്ടാറ്. നമ്മളിലേക്ക് ഒരു ഇന്നറിലേക്ക് നമ്മളൊന്ന് ചൂണ്ടി നോക്കുക. എൻ്റെ പാരന്റിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
ആ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അത് പരിഹരിക്കണം. നമ്മൾ അത് പരിഹരിക്കാൻ ഇപ്പോൾ ഒരുപാട് വഴികളുണ്ട്. യൂട്യൂബിൽ തന്നെ എത്രയോ ആർട്ട് ഓഫ് പാരന്റിംഗ് എന്നൊക്കെ പറഞ്ഞ് വിംബിൾ അക്കാദമി തന്നെ എത്രയോ ക്ലാസ്സസ് ഒക്കെ ഇതിനകം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കോഴ്സ് വരെ ഉണ്ട് ഇപ്പോൾ പാരന്റിങ്ങിനെ കുറിച്ച്. 4-5 ഡേയ്സിൽ നമ്മളെ വിംബിൾ അക്കാദമി തന്നെ കോഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും കുട്ടികളെ വളർത്തുന്നതിൽ ഞങ്ങളെ പാരന്റ്സ് ഒന്നും കുട്ടികളെ ഞങ്ങൾ ഇങ്ങനെയല്ലല്ലോ വളർത്തിയത് എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ എൻ്റെ ഉമ്മ എന്നെ വളർത്തിയത് ഇങ്ങനെയല്ല, കോഴ്സിലൊന്നും പോയിട്ടില്ല, അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ അറിഞ്ഞല്ലോ, എൻ്റെ ഉമ്മക്ക് അറിയില്ലായിരുന്നു. എൻ്റെ ഉമ്മക്ക് എൻ്റെ കുട്ടിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് എൻ്റെ ഉമ്മക്ക് അറിയാത്തത് കൊണ്ടാണ് ഉമ്മ അത് ബോധേഡ് ചെയ്യാഞ്ഞത്. പക്ഷെ ഇപ്പത്തെ ജനറേഷനിലുള്ള നമുക്കറിയാലോ എൻ്റെ കുട്ടിക്ക് പ്രശ്നം ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ പിന്നിട്ട വഴികളിലൂടെ നമ്മളെ മോള് അല്ലെങ്കിൽ മോൻ പോണം എന്നുള്ളതല്ല. നമ്മളിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ തിരുത്തുക. അത് ഏത് വഴിയാണെങ്കിലും തിരുത്തിക്കൊണ്ട് പോവാം. പാരന്റിങ് എന്ന് പറയുന്നത് ഭയങ്കര ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് നമ്മളൊരു കുട്ടീനെ നമ്മൾ ഒരു സൊസൈറ്റിയിലേക്ക് കൊടുക്കുമ്പോൾ അത് എന്താ പറയാ, അത് വളരെ എന്താ തിളക്കമുള്ളതായിട്ടുള്ള ഒരു ആൾക്കാരായിട്ട് വേണം നമ്മൾ കുട്ടികളെ കൊടുക്കാൻ. ഉണ്ടാക്കാനൊക്കെ വേഗം കഴിയും. കുട്ടികളെ ഉണ്ടാക്കാൻ ഒരുപാട് പണിയൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ വളർത്തുക എന്നുള്ളത് വളരെ എന്താ പറയാ പ്രയാസം പിടിച്ച അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയാണ് ഇപ്പോഴത്തെ പാരന്റ്സിന് പ്രത്യേകിച്ചും. അപ്പൊ നമ്മുടെ ടൈം ഇവിടെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത്രയേ ഉള്ളൂ. എൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ കിട്ടിയ നമ്മളുടെ നിധി പോലെയുള്ള നമ്മുടെ മക്കളെ വിശ്വാസത്തിലെടുക്കുക. അവര് പറയുന്നത് വിശ്വസിക്കുക. എന്ത് കാര്യമാണെങ്കിലും വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് അല്ല. അവരെ നമ്മളല്ലാതെ വേറെ ആരാ വിശ്വസിക്കുക? നമ്മളല്ലാതെ വേറെ ആര് വിശ്വസിക്കും? ആ കുട്ടികളെ നമ്മൾ വിശ്വാസത്തിലെടുക്കുക. അവരെ നമ്മൾ സ്നേഹിക്കുക, നന്നായിട്ട് ഓപ്പണായിട്ട് തുറന്ന് സ്നേഹിക്കുക. ആ സ്നേഹം പ്രകടിപ്പിക്കുക. ഹഗ് ചെയ്തിട്ടും ഉമ്മ വെച്ചിട്ടും കുട്ടികളോട് നമ്മൾ പ്രകടിപ്പിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക. നിയന്ത്രണ വിധേയമായ സ്വാതന്ത്ര്യം കൊടുക്കുക. നമ്മൾ സ്വാതന്ത്ര്യമൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക. പക്ഷെ അതിൻ്റെ ഒരു ചരട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. അവിടെ അങ്ങ് പറത്തി വിട്ടേക്കരുത്. നമ്മൾ ആകാശത്ത് പട്ടം പറത്തുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ചരട് ഉണ്ടാവില്ലേ, അതേപോലെ നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞു ചരട് എപ്പോഴും ഉണ്ടാവണം. എന്ന് വെച്ച് നമ്മൾ കൂട്ടിയിട്ടിട്ടല്ല വളർത്തേണ്ടത്. അവര് പറന്നോട്ടെ, പക്ഷെ അതിനെ നമ്മളൊരു നിയന്ത്രിച്ച് കൊണ്ടുവരിക. എല്ലാ പരിഗണനയോടും കൂടി, എല്ലാ സ്നേഹത്തോടും കൂടി, എല്ലാ വാത്സല്യത്തോടും കൂടി നമുക്ക് നമ്മളെ മക്കളെ ചേർത്ത് പിടിച്ചാൽ ഓരോ വീടും സ്വർഗമാകും. ഓരോ വീട്ടിൽ അന്തരീക്ഷവും സ്വർഗമാക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇത്രയുമാണ് അണ്ടർസ്റ്റാൻഡിങ് അഡോൾസൻസ് എ ഗൈഡ് ഫോർ പാരന്റ്സ് എന്ന ടോപ്പിക്കിൽ എനിക്ക് നിങ്ങളോട് സംവദിക്കാനുള്ളത്. ഇനി ഇതിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റിയോ എന്തെങ്കിലും ഒരു വ്യക്തമാവാത്ത പോയിന്റ്സോ ഉണ്ടെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണായിട്ട് ചോദിക്കാവുന്നതാണ്. ഹലോ. നന്നായിരുന്നു ജസീന മാം. നല്ല എല്ലാ കാര്യങ്ങളും ഇന്ന് ഈ പറഞ്ഞ പോലെ പല പേരൻസ് ശ്രദ്ധിക്കുന്നുണ്ട്, പല പേരൻസ് ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ശ്രദ്ധിക്കുന്നവർക്ക് തന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ, അതുപോലെ ശ്രദ്ധിക്കാത്തവർക്കും അതൊരു വാണിംഗ് പോലെ ഒരു ക്ലാസ്. അത് നല്ലതാണ് എപ്പോഴും. കാരണം അറിയാലോ, നമ്മള് പാരന്റിങ്ങില് ഒരു ശ്രദ്ധ കൊടുത്തില്ല എങ്കിൽ പാരന്റ്സ് ആയിരിക്കുന്ന റോൾ മോഡൽ, അത് മാത്രമല്ല പാരന്റ്സ് ആയിരിക്കണം അവരുടെ ഇൻഫ്ലുവൻസർ. പുറത്തുനിന്നൊരു ഇൻഫ്ലുവൻസർ നമ്മുടെ മക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല. അവിടെയാണ് നമ്മുടെ മക്കളും നമ്മളൊക്കെ പരാജയപ്പെട്ടു പോകുന്നത്. എനിവേ, നല്ലൊരു പാരന്റ് ആയിരിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എനിവേ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജസ്ന മാം. ഹലോ. ക്ലാസ് വളരെ പുതുമയുള്ള രീതിയിലുള്ള ഒരു അവതരണമായിരുന്നു. നന്നായി കേട്ടിരിക്കാൻ തോന്നി. ഒപ്പം തന്നെ നമ്മള് നല്ലൊരു വ്യക്തിനെ വാർത്തെടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ
ഓരോ മാതാപിതാക്കളും ലക്ഷ്യം വെക്കേണ്ടത് എന്നുള്ള ഒരു നല്ലൊരു ഓർമ്മപ്പെടുത്തൽ ഈ ക്ലാസ്സിൽ കിട്ടി. താങ്ക് യു. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയാനൊക്കെ ഉണ്ടെങ്കിൽ പറയാട്ടോ, പെട്ടെന്നാവട്ടെ. സൂപ്പർ ആയിരുന്നു. താങ്ക് യു. പിന്നെ ഹലോ. മാഡം ഒരു സജഷൻ ചോദിക്കാനുണ്ടായിരുന്നു, പക്ഷെ അത് ക്ലാരിറ്റി ഇപ്പൊ തരാൻ പറ്റുമെങ്കിലും മതി, അല്ലെങ്കിൽ PM-ൽ സംസാരിക്കാം. കുട്ടികളുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ, വസ്ത്രധാരണത്തിന്റെ ഇഷ്ടങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ സംസാരിച്ചതിൽ എനിക്ക് കുറച്ച് അവ്യക്തത തോന്നി. പറ്റുമെങ്കിൽ ഒന്നും കൂടി ഇപ്പം ക്ലിയർ ആക്കാം, അല്ലെങ്കിൽ സമയം എടുത്തിട്ട് പിന്നീട് സംസാരിക്കാം. അതായത് ഡ്രസ്സിങ് എന്ന് പറയുമ്പോൾ ഓരോ കുട്ടിക്കും ഓരോ ഡ്രസ്സിങ് സ്വാതന്ത്ര്യമാണ്, സ്റ്റൈലാണ്. പക്ഷെ അത് ഒരു പാരന്റിന് അതിന്റെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ, ഇപ്പൊ എല്ലാ പാരന്റിനും എല്ലാ ഡ്രസ്സിങ് സ്റ്റൈലും ഇഷ്ടമായി എന്ന് വരില്ല. അപ്പോൾ പലരും പല കാഴ്ചപ്പാടുള്ളവരായിരിക്കും. അപ്പോൾ ആ ഇഷ്ടപ്പെടാത്തത് എന്താണ് എന്നുള്ളത്, എന്തുകൊണ്ട് നീ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് പോവരുത് എന്ന് ഞാൻ പറയുന്നു എന്നുള്ള ഒരു കാര്യം അവിടെ ബോധ്യപ്പെടുത്തിയാൽ നന്നാവും എന്നാണ് ഉദ്ദേശിച്ചത്. ആ ഒരു ബോധ്യപ്പെടുത്തൽ അവിടെ വേണം. ആ കുട്ടി അപ്പൊ ആ ബോധ്യപ്പെടുത്തൽ അപ്പൊ പാരന്റിന്റെ ഇഷ്ടത്തിനെ ബോധ്യപ്പെടുത്തലല്ല, അത് കുട്ടീന്റെ മനസ്സിലാക്കലിനേക്കല്ലല്ലോ അത് നയിക്കുന്നത്. കുട്ടിയെ അതാണ് എന്റെ ഒരു കൺഫ്യൂഷൻ. കുട്ടിക്ക് മനസ്സിലാവുന്ന തരത്തിലേക്കുള്ള ഒരു ബോധ്യപ്പെടുത്തൽ. അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെ, ആ മനസ്സിലാക്കൽ എന്നുള്ളത് പാരന്റിന്റെ വ്യക്തിപരമായ കാര്യല്ലേ. അത് ആ ഒരു കുട്ടീനെ സ്വാധീനിക്കുന്നതിന് കുട്ടീന്റെ ബോധ്യപ്പെടുത്തലുകൾ വേറെ തന്നെ ഒരു ലോകമല്ലേ, ഒരു കുട്ടീന്റെ ലോകം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു കോൺട്രവേഴ്സറി വിഷയങ്ങളാണ്. നമുക്കിപ്പം ഇവിടെ ഞാൻ പറയാം. കുട്ടിയുടെ അതെ. കുട്ടിയുടെ ലോകം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. പക്ഷെ അവരുടെ പ്രായത്തിനനുസരിച്ചിട്ട് അവരുടെ ലോകത്തിലേക്ക് നമുക്ക് തള്ളിവിടാൻ പറ്റില്ലല്ലോ. നമ്മൾ ശരി തെറ്റുകൾ പാരന്റ്സ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? പാരന്റ്സ് ഒരു ബോധ്യപ്പെടുത്തൽ അവിടെ കൊടുക്കേണ്ടത് പാരന്റ്സിന്റെ ഉത്തരവാദിത്വമാണ്. തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകുമ്പോൾ അത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് പാരന്റിന്റെ ഒരു ഉത്തരവാദിത്വമാണ്. ആ കുട്ടി ഇറങ്ങുന്നത് ഒരു ഇങ്ങനത്തെ ഒരു സമൂഹത്തിലേക്കാണ്. നമ്മൾ വിചാരിക്കുന്ന ആ ലോകത്തിൽ നിന്നുകൊണ്ടല്ല പുറത്തുള്ള സമൂഹം ആ കുട്ടീനെ അല്ലെങ്കിൽ നമ്മളും ഈ പറയുന്ന കേൾക്കുന്ന ഞങ്ങളും നിങ്ങളും എല്ലാം കൂടെ അടങ്ങിയതാണ് ഈ പുറത്ത് എന്ന് പറയുന്ന ഈ സമൂഹം തന്നെ ഉള്ളത്. ഓക്കെ, നമുക്ക് ഇവിടെ നിർത്താൻ മതി. സോറി. താങ്ക് യു. ഓക്കെ ഓക്കെ മാം, അപ്പൊ നമുക്ക് ടൈം ഓക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഇത്രയും നേരം സംസാരിച്ച നമ്മുടെ അനീസ മാമിന് വളരെയധികം താങ്ക്സ്. അതുപോലെ ഇവിടെ ഇതുവരെ സ്റ്റിക്ക് ഓൺ ചെയ്ത എല്ലാവർക്കും, സംശയം ചോദിച്ചവർക്കും, അതുപോലെ തന്നെ ഫീഡ്ബാക്ക് പറഞ്ഞവർക്കും ഒക്കെ നന്ദി. ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? മിസ്, ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോ ഒരു വീട്ടില് ഒരാണും ഒരു പെണ്ണുമായിട്ടുള്ള 2 മക്കളുണ്ടെങ്കിൽ, അപ്പൊ അവര് രണ്ടുപേരും ഒരു വ്യക്തതയില്ല. ഹലോ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഒരു വീട്ടിൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, അപ്പോ ഏതൊരു കാര്യത്തിനും അവര് രണ്ടുപേരും ഒരേപോലെ വാശി പിടിക്കുകയാണെങ്കിൽ, അപ്പൊ നമ്മള് പേരന്റിന് എന്താ ചെയ്യാൻ കഴിയുക? ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. എന്തിനാ വാശി പിടിക്കുക എന്നുള്ളത് ക്ലിയർ ആയില്ല. ഏതൊരു കാര്യത്തിനും ഇപ്പൊ ഒരു പൊരുത്തമില്ലാണ്ട് പോവില്ല. അപ്പൊ നമുക്ക് പേരന്റിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെയാ അവർക്കൊരു ഇത് കൊടുക്കുക? അവര് പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. ആദ്യം അവരെന്തിനാണ് എന്ന് വാശി പിടിക്കുന്നത് എന്ന് നമുക്കൊന്ന് ക്ലിയർ ആവണം. ഓക്കെ, എന്നിട്ട് അവരവിടെ ഇരുത്തി അവരോട് സംസാരിക്കുക. അവര് അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് തന്നെ ഡയറക്റ്റ് ആയിട്ട് നീ ഇത് വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് പ്രശ്നം എന്ന് അത് പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. ചില കുഞ്ഞു മക്കളൊക്കെ റോട്ടിൽ കിടന്നിട്ട് ഉരുളുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ചില കുട്ടികൾ എന്തെങ്കിലും സാധനം വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരിക്കും. ഈ കുട്ടികള് നമ്മളെ ബേജാറ് എന്താണ്?
ആൾക്കാർ കാണൂലേ, നമ്മുടെ പ്രശ്നമാണല്ലോ കുട്ടി ഇങ്ങനെ കരയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കുഞ്ഞിലേ ചെയ്തു കൊടുക്കും. ഈ കുട്ടിയാണ് പിന്നെ വളർന്ന് വന്നിട്ട് ഒരു അഡോൾസൻസ് പീരീഡിൽ എത്തുമ്പോഴേക്കും ഇത് കിട്ടിയേ പറ്റൂ. അപ്പൊ ആ കുട്ടിക്ക് അറിയാം എന്ത്, രണ്ട് കുട്ടികളാണെങ്കിൽ രണ്ട് കുട്ടികൾക്കും അറിയാം, രക്ഷിതാവ് അല്ലെങ്കിൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഞാൻ വാശി പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് രണ്ടും ചെയ്തു തരും, എല്ലാ കാര്യങ്ങളും ചെയ്തു തരും, എങ്ങനെയെങ്കിലും ചെയ്തു തരും എന്നറിയാം. അപ്പോ അത് എന്ത് ചെയ്യാ, ഈ പീരീഡിൽ എത്തുന്നതിന് മുൻപ് തന്നെ നമ്മൾ അത് സോൾവ് ചെയ്യുക. അത് ഇപ്പൊ ഈ പീരീഡിലാണ് അവർ കാണിക്കുന്നതെങ്കിൽ അവിടെ അടുത്തിരുത്തി അവരോട് ഒട്ടും കുറ്റപ്പെടുത്താതെ അവർ പറയുന്നത് കേട്ട് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാം. അതാണ് ഈ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ നമ്മളെ വീട്ടില് 19 വയസ്സായ ആൺകുട്ടിയാണുള്ളത്, 15 വയസ്സായ പെൺകുട്ടിയാണുള്ളത്. അപ്പോ രണ്ടാളും എന്താ പറയാ തമ്മിൽ വിട്ടുകൊടുക്കൂല. അപ്പൊ നമ്മളിപ്പോ ഒരാളോട് സംസാരിക്കുമ്പോ മെയിനായിട്ട് നമ്മളോട് പറയുന്ന കാര്യം എന്ന് വെച്ചാല്, നിങ്ങളെന്താ അവനോട് മാത്രം നിൽക്കുന്നേ, നിങ്ങളെന്താ എന്നോട് നിൽക്കാത്തെ, നിങ്ങളെന്താ ഓളോട് മാത്രം നിൽക്കുന്നേ, അങ്ങനെയുള്ളൊരു ഇതാണ് ഇവിടെ വരുന്നത്. അപ്പൊ അതാ ചോദിച്ചേ മാം, നമുക്ക് ഇപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ ഇത് നമുക്ക് ഒറ്റ നിമിഷം കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന ഒരു കേസല്ല ഇതൊന്നും. കാരണം ഇത് അതെ, നമ്മൾ കുഞ്ഞിലേ കുറെ ഗൈഡൻസ് കൊടുത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇളയ കുട്ടിയെ നോക്കേണ്ടുന്ന ചുമതല മുതിർന്ന കുട്ടിക്ക് കൊടുക്കേണ്ടുന്ന ആ ഒരു ഗൈഡൻസ് നമ്മൾ കുറെ കൂടി കുഞ്ഞിലേ നമ്മൾ കൊടുത്തു വരണമായിരുന്നു. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ പല സംഭവങ്ങൾ നമുക്ക് ചെയ്യാം. പക്ഷെ അതൊന്നും ഇത് ഒരു നിമിഷം കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. ഒരുപാട് വിശാലമായ ഒരു ഏരിയ ആണ് ഇത്. ഇപ്പൊ തന്നെ കുട്ടികൾ ഒരു ഓറഞ്ചിന് വേണ്ടിയിട്ട് രണ്ട് കുട്ടികൾ അടികൂടുകയാണ്, ആൺകുട്ടിയും പെൺകുട്ടിയും. ആൺകുട്ടിക്ക് അത് കഴിക്കാനാണെങ്കിൽ പെൺകുട്ടിക്ക് അതിന്റെ പീലാണ് ആവശ്യം. അച്ഛൻ വന്നിട്ട് എന്ത് ചെയ്തു, രണ്ടുപേർക്കും അത് ഒരേപോലെ പകുത്തു കൊടുത്തു. പക്ഷെ അപ്പോഴും അവിടെ അടിയാണ്. അപ്പൊ അമ്മ വന്നതിന് ശേഷം അവിടെ എന്താ ചെയ്തേ, ഈ പീല് അപ്പൊ അച്ഛൻ അവിടെ നീതിപൂർവം പെരുമാറി അല്ലേ, അവിടെ അതെ, നീതിപൂർവം പെരുമാറി. അമ്മ വന്നിട്ട് എന്ത് ചെയ്തു, എന്താണ് വിഷയം എന്ന് ചോദിച്ചു, പീല് മകൾക്കും കൊടുത്തു, അതിന്റെ അല്ലികള് അറിയാം ഓറഞ്ചിന്റെ ഇതളുകള് മോനും കൊടുത്തു. അവന് കഴിക്കണം, അവൾക്ക് അതിന്റെ പീല് മുഖത്ത് തേക്കാൻ എന്തോ ആവശ്യത്തിന് അതും വേണം. അപ്പൊ അവിടെ അമ്മ ന്യായവും നീതിയും നടപ്പാക്കി. അതാണ് പാരന്റിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഇത് വിശാലമായിട്ട് പഠിക്കണം. നമ്മുടെ മക്കളുടെ മാനസിക മനോതലങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ പിന്നെ ഈ ഉണർത്തലുകൾ, ഈ കുട്ടിക്ക് ഒരു ഉണർത്തൽ കൊടുക്കുമ്പോഴാണ് ശരിക്ക് പറഞ്ഞാല് നമ്മളൊരു പാരന്റ് ആവുന്നത്. ഈ പല അതെ, തരത്തിലുള്ള പാരന്റിങ് ഉണ്ട്. അതായത് ഇപ്പൊ ചില പാരന്റിങ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. പക്ഷെ അവര് പറഞ്ഞ പോലെ മൊബൈലിൽ തോണ്ടും എല്ലാം ചെയ്യും. പക്ഷെ മക്കൾ തോണ്ടാനും പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, പഠിക്കണം. അങ്ങനെ അവർക്ക് A+ ഒക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു 10ാം ക്ലാസ്സിലെ ഒരു ഇതെടുത്ത് കാണിക്കാൻ പോലും ഒരു യോഗ്യത അവർക്ക് ഉണ്ടാവില്ല. പക്ഷെ ആ കുട്ടി പഠിക്കണം അല്ലേ, കുട്ടി പഠിക്കണം, A+ വാങ്ങിക്കണം, എല്ലാം ചെയ്യണം. അതാണ് ഒരു ടൈപ്പ് പാരന്റിങ്. പക്ഷെ ഒരു ടൈപ്പ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ നല്ല രീതിയിൽ കൂടെ കൊണ്ട് നടക്കും, എല്ലാം വാങ്ങിക്കൊടുക്കും, ഒരു നിയന്ത്രണം ഉണ്ടാവില്ല, അങ്ങനെ ഒരു ഇത്. വേറൊരു പാരന്റിങ് എന്ന് പറയുമ്പോൾ ഈ കുട്ടി പറയണം അവിടെ എന്ത് സംഭവിക്കണമെന്ന്. അപ്പൊ ഈ ഇളയ കുട്ടിയോട് എന്തെങ്കിലും പോയി മോനെ വാങ്ങിച്ചിട്ട് വാന്ന് പറയുമ്പോൾ മൂത്ത മോൻ പറയും എന്തിനാ ഇപ്പൊ വാങ്ങിക്കണേ, വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞിട്ട് മൂത്ത മോൻ ശബ്ദം ഇടും. അപ്പൊ അച്ഛനും അമ്മയ്ക്ക് അവിടെ റോൾ ഇല്ലാതെ വരികയാണ്. അങ്ങനെ ഒരു ടൈപ്പ് പാരന്റിങ്. ലാസ്റ്റിലൊരു പാരന്റിങ് ഉണ്ട്, വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പാരന്റിങ്. അതാണ് നമ്മൾ ആവേണ്ടത്. അതായത് എന്തിനും ഒരു ഉണർത്തൽ. ഇപ്പൊ അത് കുഞ്ഞുനാളിൽ നമ്മൾ കൊടുത്തു വരണം. ഇപ്പൊ തന്നെ അതെ, അതെ. എന്റെ മോന് ലക്ഷറി കാർ എന്നൊക്കെ പറയുന്ന സമയത്ത് ഹലോ, അപ്പൊ ഇവിടെ ഒരു ഉണർത്തൽ, ഈ കുട്ടിക്ക് നമ്മൾ ഒരു ഉണർത്തൽ കൊടുക്കുകയാണ്. അത് ഈ കുഞ്ഞുനാളിലെ നമ്മൾ ഇപ്പൊ ലക്ഷറി കാർ വേണമെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് നമ്മൾ ഈ പാവങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾക്ക് ഉണ്ടായ അനുഗ്രഹങ്ങളിലേക്ക്, നമുക്ക് ഉള്ള നല്ല ക്വാളിറ്റീസിലേക്ക്, നമുക്ക് ഉള്ള വീട് എന്താണോ ഉള്ളത് അതിൽ തൃപ്തിപ്പെടാനും അതിലൊരു ആറ്റിറ്റ്യൂഡ് പ്രവർത്തിപ്പിക്കാനും ഒക്കെ നമ്മൾ ശീലിക്കുന്നതോടൊപ്പം നമ്മളെ മക്കളെ ശീലിപ്പിച്ചാൽ അവർ ആ ഒരു ഇതിലേക്ക് വരും. അപ്പൊ ഇവിടെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെറുതിലേ മുതലേ ഗൈഡൻസ് കൊടുത്ത് അതെ, അതെ, കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പാടാണ് നമുക്ക്. പിന്നെ നമ്മുടെ സ്വഭാവത്തിൽ കുറെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ അത്രത്തോളം ക്ഷമയോടുകൂടി കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ഈ പറയുന്ന പോലെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. ആ ഒരു ഗൈഡൻസ് ഫസ്റ്റ് മുതലേ കൊടുത്തു പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പരാജയം വരില്ല. അപ്പൊ ഇവിടെ ഇത് വിശാലമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. മാം ഇപ്പൊ പറഞ്ഞത് ഒരു സൈഡ് മാത്രമാണ്. ആ, അപ്പോ എനിവേ
ഏത് പാരന്റിങ് ക്ലാസ് വന്നാലും കയറുക, കാണുക, കിട്ടുന്ന ടിപ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തുക, നമ്മുടെ മക്കളെ നല്ലപോലെ വളർത്താനുള്ള ഒരു നല്ലൊരു ഗൈഡൻസ് ഉള്ള ഒരു പാരന്റ് ആയി മാറുക. എനിവേ താങ്ക് യു വെരി മച്ച്. നമുക്ക് ഇനിയും കാണാം. അപ്പോ നെക്സ്റ്റ് ഡേയിൽ അടുത്തൊരു ട്രെയിനേഴ്സ് ടോക്കുമായിട്ട് അടുത്ത ഒരു സ്റ്റുഡന്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജസ്ന മാം. താങ്ക് യു ഓൾ. താങ്ക് യു മാം.